ഹലോ, ഗുഡ് ഈവനിങ്, ഗുഡ് മോർണിംഗ്, ഗുഡ് യൂട്യൂബിലല്ലേ ഗുഡ് ഈവനിങ് പറയാൻ പറ്റില്ലല്ലോ. ഹലോ ഗൈസ് ആൻഡ് ഗേൾസ്, ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ഇത് നമ്മുടെ പുതിയ ഫോർമാറ്റാണ് വേർ വി നരേറ്റ് ഒരു കഥയുടെ ഒരു സിനിമയുടെ കഥ. ഈ പരിപാടിയുടെ പേരാണ് ഒരു കഥ സൊല്ലട്ടുമ. ഒരു കഥൈ സൊല്ലട്ടുമ, അതായത് കഥൈ ഒരു കഥൈ സൊല്ലട്ടുമ. അപ്പോൾ അതിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ കഥ നരേറ്റ് ചെയ്യുന്നത് അനീസിക്കയാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, അനീസിക്കയ്ക്ക് ഇത് ചെയ്യാൻ എന്ത് അർഹത എന്ന്? എന്ത് അർഹതയാണ് നിങ്ങൾക്കുള്ളത്? എന്റെ അർഹതയെ പറ്റിയല്ല ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. ഇന്ന് ഞാൻ നറേറ്റ് ചെയ്യാൻ പോകുന്ന സ്റ്റോറി അർഹത എന്ന സിനിമയുടെയാണ്. അർഹത കണ്ടതാണ്, ഞാൻ കേട്ടിട്ടില്ല. 1990 സിനിമയാണ് അർഹത. IVC ഡയറക്ഷൻ. നമ്മൾ ജനിച്ചിട്ട് പോലും ഇല്ല. ഞാൻ ജനിച്ചിട്ടുണ്ട്. 1988 എന്റെ ഡേറ്റ് ഓഫ് ബർത്ത്. ഞാൻ എപ്പോഴും ഹോസ്പിറ്റലിൽ പോയി IV ഇടാൻ വരുന്നത് ഞാൻ എപ്പോഴും ഓർക്കും. IV ശശിയുടെ കാര്യം ഞാൻ ഓർക്കും അല്ലേ? അതെ, IVC ഡയറക്ട് ചെയ്ത പടമാണ്. T ദാമോദരൻ മാഷിന്റെ സ്ക്രിപ്റ്റില്. ഇത് അർഹത എനിക്ക് തോന്നുന്നു അന്ന് അത്ര സക്സസ്ഫുൾ അല്ലാത്ത പടമാണെന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും നമ്മളാരും അങ്ങനെ കേൾക്കാത്തത്, അധികം റെഫർ ചെയ്യപ്പെടാത്തത്. കാലത്തിന് മുന്നേ സഞ്ചരിച്ച കാലത്തിന് മുന്നേ സഞ്ചരിച്ചതിന്റെ അല്ല, ഈ സിനിമ പ്രതിപാദ്യ വിഷയം ട്രേഡ് യൂണിയനും ഫാക്ടറികളും അങ്ങനെയുള്ള തൊഴിലില്ലായ്മ പ്രശ്നങ്ങളും അതിന്റെ അറൗണ്ട് ആയിട്ടുള്ള പൊളിറ്റിക്സ് ആണ്. ഒരു 80s ത്രൂ ഔട്ട് IVC T ദാമോദരൻ മാഷിന്റെ കുറെ സിനിമകൾ ഈ ട്രേഡ് യൂണിയൻ പ്രശ്നങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതുകൊണ്ട് ചിലപ്പം അതിന്റെ എൻഡിൽ വന്ന പടം ആയതുകൊണ്ടാവാൻ ചിലപ്പോൾ അത്രയും ഒരുപാട് കണ്ടു എന്നുള്ളതുകൊണ്ടാവും. അപ്പോൾ ഈ വരവേൽപ്പ് ഏത് വർഷം ഇറങ്ങിയ സിനിമയാണ്? 90-കളിന് ശേഷം പിന്നെ വന്ന പടം. ഈ പടത്തിന് ശേഷം വന്ന അത് അവിടുന്ന് വേറൊരു ട്രെൻഡിലേക്കാണ് ആ പടം വരുന്നത്, വരവേൽപ്പൊക്കെ വരുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ കുറച്ചുകൂടെ കോറായിട്ട് പൊളിറ്റിക്സ് ഡിസ്കസ് ചെയ്യുന്ന, റഫ് ഇമോഷൻസും ഭയങ്കര സീരിയസ് ആയിട്ടുള്ള സാധനങ്ങളും അത്രയും നിസ്സഹായ അവസ്ഥകൾ സമൂഹത്തിൻ്റെത് ഡെപ്പിക്ട് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് സിനിമകളുണ്ടായിരുന്നു IVC കുറെ. എനിക്ക് ഈ നാട്, അടിമകൾ ഉടമകൾ, പിന്നെ കരിമ്പിൻ പൂവിനൊക്കെ വാർത്ത, അങ്ങനെ കുറെ സിനിമകൾ ഇങ്ങനെ പൊളിറ്റിക്സ് റഫായിട്ട് ഡിസ്കസ് ചെയ്യുന്ന പടങ്ങൾ വന്നിട്ടുണ്ട്. അതിൽ വന്ന പടങ്ങൾ മേ ബി എനിക്കറിയില്ല, എനിക്ക് തോന്നുന്നില്ല ഇത് അത്ര വലിയ ഹിറ്റ് ആയിരുന്നു. പക്ഷെ അന്ന് മോഹൻലാലിന്റെ പടങ്ങളൊക്കെ എന്തായാലും കുറെ ദിവസങ്ങൾ തിയേറ്ററിൽ ഓടിയിരുന്നു. 50 ഓടിയ പടം എന്നൊക്കെ ഞാൻ അവിടെയൊക്കെ റെഫറൻസ് കണ്ടു. പ്രോപ്പർലി ഇതൊരു ഹിറ്റ് ആയിരുന്നു എങ്ങും കാണാൻ പറ്റി. പക്ഷെ എന്നിട്ടും ഇത് TV-യിൽ അങ്ങനെ കണ്ടൊരു ഓർമ്മ എനിക്കില്ല. ഇപ്പൊ 86 ലാലിട്ട് ഒരു വർഷം 37 പടം അഭിനയിക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് സിനിമകൾ വന്നൊരു സമയത്തിൽ നിന്ന് പിന്നെ അടുത്ത വർഷത്തേക്ക് ലാലിന്റെ സ്റ്റാർ സ്റ്റാറ്റസ് അറ്റൈൻ ചെയ്തു. പിന്നെ ഒരു 10-12 പടങ്ങളാണ് പുള്ളി ചെയ്യുന്നത്. ഇപ്പൊ 90-ല് 10-12 സിനിമ മോഹൻലാൽ ചെയ്തു. ആ വർഷം ഹിസ് ഹൈനസ് അബ്ദുള്ള വന്നത്, മുഖം വന്നത്, ഇന്ദ്രജാലം വന്നത്. ഈ അർഹത ഓഗസ്റ്റ് റിലീസായി. തൊട്ട് 2 ആഴ്ച കഴിഞ്ഞ് തന്നെ മോഹൻലാലിന്റെ ഇന്ദ്രജാലം റിലീസായി. ഇന്ദ്രജാലം വലിയ സക്സസ് ആയിരുന്നു, സൂപ്പർ ഹിറ്റ് പടമായിരുന്നു. പിന്നെ അപ്പോഴത്തേക്ക് സിനിമയുടെ സ്റ്റൈല് വേറൊരു രീതിയിലേക്ക് മാറി. ഇതൊരു ഓൾഡ് മേക്കിങ്ങും പിന്നെ വേറെ സ്റ്റൈൽ ഓഫ് സിനിമ മേക്കിംഗ് ഒക്കെ വന്നോണ്ടായി ചിലപ്പോൾ ഇത് അത്രയും ശ്രദ്ധിക്കപ്പെടാത്തത്. പിന്നെ മാത്രമല്ല അതേ മാസം തന്നെ അയ്യർ ദ ഗ്രേറ്റ്, മോഹൻലാലിന്റെ മമ്മൂട്ടിയുടെ അയ്യർ ദ ഗ്രേറ്റ് റിലീസ് ആവുകയും ചെയ്തായിരുന്നു. ചിലപ്പോൾ അങ്ങനെ 2 പടത്തിനിടയ്ക്ക് പെട്ട് ചിലപ്പോൾ ഒതുങ്ങിപ്പോയായിരിക്കും. ഞാൻ ഇത് എടുക്കാൻ കാര്യം, ഒരു 2.5-3 മണിക്കൂറിനകത്തുള്ള ഒരു പടത്തില് ഒരു 3 സീസണിൽ 10 എപ്പിസോഡ് ചെയ്യാനുള്ള സ്റ്റഫ് ഈ പടത്തിനകത്തുണ്ട്. അതായത് ഈ സിനിമ ഒരു വെബ് സീരീസ് ആക്കുകയാണെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ പോലും നമ്മളൊരു 90s കഥ പറയുന്ന ഒരു സിനിമ എടുത്ത് വെബ് സീരീസ് ആക്കുകയാണെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് സിനിമ അർഹതയായിരിക്കും. ഇതിനെ ഇന്നും എടുത്ത് 90-കളിലെ ഫാക്ടറി അല്ലെങ്കിൽ പേപ്പർ മില്ല്, അതിനോട് അറൗണ്ട് അന്ന് നിലനിന്ന രാഷ്ട്രീയവും മനുഷ്യബന്ധങ്ങളുടെയും ഒരു സ്റ്റോറി ചെയ്യുവാണെങ്കിൽ 3 സീസൺ 10 എപ്പിസോഡ് സ്കൂളായിട്ട് ചെയ്യാൻ പറ്റും. അത്ര ഡീറ്റെയിലിംഗ് ഈ പടത്തിൽ 2.5 മണിക്കൂറിനകത്ത് പുള്ളി ചെയ്തു വെച്ചിട്ടുണ്ട്. അതിന്റെ സ്ക്രിപ്റ്റ് ഗംഭീര സ്ക്രിപ്റ്റാണ്. പക്ഷെ എനിക്കത് മേക്കിങ്ങിലോ അല്ലെങ്കിൽ എക്സിക്യൂഷനിലോ എവിടെയോ ചെറിയൊരു പാളിച്ച പടത്തിനുണ്ട്. ഞാനത് 3 തവണയെങ്കിലും ഈ പടം കണ്ടിട്ടുണ്ടാവും. പക്ഷെ ഞാൻ ഇപ്പോഴും ഉറപ്പിച്ചു പറയാം, ഈ പടത്തിന്റെ കഥ ഞാൻ പറയുമ്പോൾ തെറ്റും. എനിക്കിത് പ്രോപ്പറായി കഥ പറഞ്ഞു തീർക്കാൻ പറ്റുമെന്ന് എനിക്ക് സംശയം. അതെന്താ അങ്ങനെ? ഇത് ഈ സിനിമ ഞാൻ ആദ്യം കണ്ടതിന് ശേഷം ഒരു ഗ്യാപ്പിന് ശേഷം 2ാമത് കണ്ടപ്പോഴും ഞാൻ ഈ പടം കണ്ടതാണോ, ഇതിനകത്ത് ഇത്രയും കാര്യങ്ങൾ ഉണ്ടായിരുന്നോ, ഇത്ര സീൻസും സ്റ്റോറീസും സപ്ലോട്ട്സും അതിനകത്ത് ഉണ്ടായിരുന്നു എന്ന് എനിക്ക് സംശയം തോന്നി. ഞാൻ ഇത് നറേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ വീണ്ടും കണ്ടിട്ട് എനിക്കതൊരു ഓർഡറിൽ ഇത് പ്രോപ്പറായിട്ട് കഥ പറഞ്ഞ് തീർക്കാൻ പറ്റുന്ന എനിക്ക് കൺഫ്യൂഷൻ ആയി. കാരണം അത്ര ഡീപ്പ് സാധനമുണ്ട്. നിങ്ങൾ ഈ പടം എവിടെയാ കണ്ടത്? ഞാൻ യൂട്യൂബിലായിരുന്നു കണ്ടത്. 3 തവണ ഞാൻ യൂട്യൂബിലായിരുന്നു. TV-യിൽ ഇത് വന്നിട്ട് നിങ്ങളെങ്ങനെ യൂട്യൂബിൽ ഈ 90-കളുടെ പടങ്ങൾ സാധാരണ കാണാറുണ്ട്? ഞാൻ കാണാറുണ്ട്. ഞാൻ പല ടൈപ്പ് ഓഫ് പടങ്ങൾ കാണുന്നു. ഈ പടം ആരെങ്കിലും റെക്കമെൻഡ് ചെയ്താണോ കണ്ട, അതോ അല്ല മോഹൻലാലിന്റെ പടം? അങ്ങനെ നമ്മള് പഴയ നമുക്ക് മിസ്സായി പോയ പടങ്ങൾ എന്നുള്ള രീതിയിൽ ഞാൻ കാണുന്ന രീതി കണ്ടതാണ്. ഇത് ജസ്റ്റ് യൂട്യൂബിൽ റാൻഡം റെക്കമെൻഡേഷൻ വന്നതാണോ അതോ
ഇത് ആദ്യം കണ്ട ബ്രാൻഡഡ് റെക്കമെൻഡേഷൻ. രണ്ടാമത് ഞാനാണെങ്കിൽ ഇതിന്റെ ചില കട്ട് സീൻസ് ആണെങ്കിൽ നല്ല അടിപൊളി സീൻസ് വേറൊരിടത്ത് ഓടുന്ന കണ്ടപ്പോൾ ഞാൻ പോയി എടുത്ത് കണ്ടു. അതാ ഞാൻ പറഞ്ഞു ഞാൻ ഇത് മറന്നു വരുന്നത്. വേറൊരിടത്തിന്റെ കട്ട് സീൻ ഓടുന്ന കണ്ടിട്ട്, വൈറൽ കട്ട് സീൻ കണ്ടിട്ട് ലാലു ലക്സും മോഹൻലാലും തമ്മിലൊരു കിടിലൻ സീനുണ്ട്. ആ സീൻ കണ്ടിട്ട്, ആ സീനിന്റെ അതുപോലത്തെ സീനുകളൊക്കെ നമ്മൾ വർണ്ണപ്പകിട്ട് സിനിമയ്ക്കകത്ത് കണ്ടിട്ടുള്ള, പക്ഷെ സ്റ്റിൽ ഒരു പോലീസുകാരനും ഒരു സാധാരണക്കാരനും തമ്മിലൊരു സീൻ കണ്ടിട്ട് ഞാൻ വീണ്ടും രാവണപ്രൂഫിനകത്ത് സെയിം സീനുണ്ട്. അതായത് പോലീസുകാരനും സാധാരണക്കാരനും തമ്മിലുള്ള ഫൈറ്റ്, അതിന്റെ വൈറൽ സീൻ കണ്ട് ലാലു ലക്സ് പോലീസ് അതിനകത്ത്. അപ്പൊ ഞാൻ തിരിച്ച് വീണ്ടും വന്ന് ഈ പടം തപ്പി വന്ന് ഞാൻ കണ്ടു തുടങ്ങിയപ്പോ ഒരു സെക്കൻഡ്, മറ്റേ പോലീസ് ജീപ്പിന്റെ ചില്ലടിച്ച് പൊട്ടിക്കുന്നതാണ്. അല്ല, അത് 20-ാം നൂറ്റാണ്ട്. ഗപ്പ് രാവണപ്രഭു. ഞാൻ ഇങ്ങനത്തെ നായകനും പോലീസുകാരനായ വില്ലനല്ല, പോലീസുകാരനായ ഓഫീസർ തമ്മിലുള്ള ഒരു ഫൈറ്റ് പോലെ സാധനം വൈറൽ കട്ട് ഓടുന്നുണ്ട്. അത് കണ്ടിട്ട് ഞാൻ തിരിച്ചു വീണ്ടും കണ്ടപ്പോൾ ഞാനിത് കണ്ട പടമാണ്, പക്ഷെ ഞാൻ മറന്നുപോയി. അപ്പൊ ഞാൻ അത്രയും സ്റ്റഫ് ഇതിനകത്തുണ്ടെന്നുള്ളത്. ഇതിനകത്ത് മോഹൻലാല്, സുരേഷ് ഗോപി, ജനാർദ്ദന്, KPAC സണ്ണി എന്ന് പറഞ്ഞ ആള്, ക്യാപ്റ്റൻ രാജു, KP ഉമ്മർ, ഉർവശി, രേഖ, സുകുമാരി ചേച്ചി, ഉഷ, പ്രതാപവർമ്മ, അങ്ങനെ ഒരു 10-15 മെയിൻ ക്യാരക്ടേഴ്സ്, നമ്മുടെ അന്നത്തെ ഹിറ്റ് ആയിട്ടുള്ള ആൾക്കാർ മെയിൻ ക്യാരക്ടേഴ്സ് ചെയ്യുന്നുണ്ട്. ഇവർക്കെല്ലാം പ്രോപ്പർ ആയിട്ടൊരു സ്റ്റോറി ഉണ്ട്. ഇവർക്കെല്ലാം ഒരു സബ്പ്ലോട്ട് ശരിക്കും അതിനകത്തുണ്ട്. സിനിമയുടെ എക്സിക്യൂഷൻ ചിലപ്പോൾ കട്ട് ചെയ്ത് പോയിട്ട്, കാരണം വ്യക്തമായിട്ട് ഈ ക്യാരക്ടേഴ്സിനെല്ലാം എഴുതിയിട്ടുണ്ട് ഇതിനകത്ത്. അപ്പൊ ഇത്രയും വലിയ സംഭവം, പിന്നെ ഇവരുടെ ഇന്ററാക്ഷൻ ഇപ്പോൾ ഇത്രയും വലിയ സംഭവം, എനിക്ക് തോന്നുന്നത് അതൊരു വെബ് സീരീസ്, ഞാൻ അതുകൊണ്ടാണ് വെബ് സീരീസിനുള്ള ഭയങ്കര സാധ്യതയുണ്ട്. ഇത് സ്റ്റോറിയുടെ ബേസ് എന്ന് പറയുന്നത് ഒരു പേപ്പർ ഫാക്ടറി, പേപ്പർ മില്ല് എന്നൊക്കെ പറയുന്നത്, പേപ്പർ ഉണ്ടാക്കുന്ന ഫാക്ടറി, ഭാരത് പൾപ്സ് മില്ല്, ഒരു ഫാക്ടറിയിലേക്ക് നായകൻ ജോലിക്ക് വരുന്നതും അയാൾ അവിടുത്തെ ട്രേഡ് യൂണിയൻ പ്രശ്നങ്ങൾക്കിടയിലേക്ക് അറിയാതെ ഇൻവോൾവ് ആയി പോകുന്നതും അയാൾക്ക് ശരിക്കും അവിടെ ഫ്ലാഷ് ബാക്ക് ഉണ്ടായിരുന്നതും അയാളുടെ അച്ഛൻ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ അയാളുടെ അച്ഛൻ മരിച്ചതിന്റെ പ്രകാരം കിട്ടുന്ന ഒരു ജോലി അയാൾക്ക് വേണമെങ്കിൽ വേറെ ജോലി കിട്ടാമായിരുന്നിട്ടും അതിലേക്ക് അയാൾ ആകർഷണനായി വരുന്നതും, അയാൾ വന്നതിന് ശേഷം അറിയാതെ ഈ പ്രശ്നങ്ങളിടയിൽ പെട്ടുപോകുന്നതും, അയാൾ അവിടുന്ന് ട്രേഡ് യൂണിയൻ പ്രശ്നങ്ങൾ നേതാവായിട്ട് മുന്നിലേക്ക് കടന്നു വരുന്നതാണ് ഈ പടത്തിന്റെ ഒരു ബേസിക് പ്ലോട്ട്. കോഴിക്കോട് ശരിക്കും ആ ഒരു മറ്റേ റയൻ മിൽസ് എന്നതിന്റെ പേര് ഒരു പേപ്പർ ഫാക്ടറി ഉണ്ടായിരുന്നു. അതിനെ എറൗണ്ട് ആയിട്ട് കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ആ ഫാക്ടറി പിന്നീട് പൂട്ടി പോവുകയും ചെയ്തായിരുന്നു. ആ പ്ലോട്ടിൽ നിന്നാണ് പുള്ളി ഇത് ശരിക്കും ഒറിജിനൽ സാധനത്തിൽ നിന്ന് എടുത്തിട്ട് ഒരു കഥ ബിൽഡ് ചെയ്യുന്നതാണ്. ഈ പടത്തിലെ മെയിൻ ക്യാരക്ടർ ലാലേട്ടനാണ്. ഓഫ് കോഴ്സ് ലാലേട്ടൻ, സുരേഷ് ഗോപി വില്ലാണ് ഇതില്. അപ്പോൾ സുരേഷ് ഗോപിയുടെ അച്ഛൻ ജനാർദ്ദനും സുരേഷ് ഗോപിയും വൈസ് പ്രസിഡന്റ് ആയിട്ടിരിക്കുന്ന ഒരു കമ്പനി, ആ കമ്പനിയിലേക്ക് ലാലേട്ടൻ ജോലിക്ക് വേണ്ടി വരുന്നു. ഞാൻ ഇതിലെ ക്യാരക്ടേഴ്സിന്റെ പേര് പറയാൻ ആർട്ടിസ്റ്റിനെ ആയിരിക്കും പറയുന്നത്, കാരണം എനിക്കും അത്ര ക്യാരക്ടേഴ്സ് പേര് ഓർത്തിരിക്കാൻ പറ്റുന്നില്ല. പിന്നെ ആൾക്കാർക്ക് ഇത് ഭയങ്കര കൺഫ്യൂസ്ഡ് ആവും. ഞാൻ തന്നെ കൺഫ്യൂസ്ഡ് ആണ് ഈ കഥ പറയുമ്പോൾ. അപ്പൊ ഇത് ആൾക്കാർക്ക് മനസ്സിലാവണമെങ്കിൽ അങ്ങനെ പറയത്തില്ല, ആർട്ടിസ്റ്റിന്റെ പേരിലായിരിക്കും ഞാൻ പറയുന്നത്. അപ്പൊ ഈ ഫാക്ടറിയിലേക്ക് ലാലേട്ടൻ ജോലിക്ക് വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും അദ്ദേഹത്തിന്റെ അച്ഛൻ ജഗന്നാഥ വർമ്മ ഇവിടുത്തെ സെക്യൂരിറ്റി ഓഫീസർ ആയിരുന്നു. അപ്പൊ പുള്ളി ഹലോ ഹലോ ജോർജ് സാറല്ലേ, ശരി റിലേഷൻ ഉണ്ടായിരുന്നത്. അപ്പൊ ആ ഒഴിവിലേക്ക്, അല്ലെങ്കിൽ അങ്ങനെ ഒരാൾ മുമ്പ് വർക്ക് ചെയ്ത് മരിച്ചിരുന്ന ആ കമ്പനിയിലേക്കാണ് വരുന്നത്. ഇവരുടെയൊക്കെ മുകളിൽ പൊസിഷൻ അയാൾ സെക്യൂരിറ്റി ഓഫീസറാണ് അച്ഛൻ, പക്ഷെ ലാലേട്ടൻ വരുന്ന ആ രീതിയിലേക്ക് സ്റ്റാഫ് എന്നുള്ള രീതിയിലേക്കാണ് വരുന്നത്. അപ്പൊ ഈ കമ്പനിക്ക് ഒരു വലിയ ബോസ് ഉണ്ട്, JD സാബ് എന്ന് പറഞ്ഞാൽ. പുള്ളിക്കാരന്റെ അടുത്ത് റെക്കമെൻഡേഷൻ കൊടുത്തിട്ട് നമ്മുടെ പഴയ സെക്യൂരിറ്റി ഓഫീസറിന്റെ മോൻ എന്ന ലെവലിലാണ് ലാലേട്ടൻ ഇവിടെ ജോലി കിട്ടുന്നത്. പുള്ളി ഇവിടേക്ക് വരുന്നത്. ഇവിടെ വരുമ്പോൾ അവിടെ കമ്പനി ഇപ്പൊ റൂൾ ചെയ്യുന്നത് 2 എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റുമാരാണ്. ഒന്ന് ജനാർദ്ദനൻ, 2 ജനാർദ്ദന്റെ മോൻ സുരേഷ് ഗോപി. ഇവിടെ വരുമ്പോ തന്നെ ഫാക്ടറി ലെവൽ എന്താണെന്ന് ലാലേട്ടന്റെ ഇൻട്രോയിൽ തന്നെ നമുക്കത് എക്സ്പോസ് ചെയ്യുകയാണ്. അതായത് ആ ഫാക്ടറി കൺട്രോൾ ചെയ്യുന്ന ട്രേഡ് യൂണിയൻസ് ആണ്. അപ്പൊ ഒരു ട്രേഡ് യൂണിയൻ സ്റ്റാഫിന് സാധാ തൊഴിലാളിയെ കാണാൻ വേണ്ടി ഒരു ഗുണ്ട, ട്രേഡ് യൂണിയന്റെ പാർട്ടിയുടെ ഒരു ഗുണ്ട പുറത്തുനിന്ന് കാണാൻ വരുമ്പോൾ അത് തടയുന്ന സൂപ്പർവൈസറിനെ ഈ ട്രേഡ് യൂണിയൻ സ്റ്റാഫ് കയറി ഇടിക്കും, ഭീഷണിപ്പെടുത്തിയിട്ട്. വർക്കിംഗ് ടൈം വരരുതെന്ന് അയാൾ പറഞ്ഞ ന്യായമായ കാര്യത്തിന് ട്രേഡ് യൂണിയൻ സ്റ്റാഫ് കയറി ഇടിച്ചിട്ട് പറയും അത് നമുക്ക് പരിചയമുള്ള ആളാ, ഇയാളുടെ വഴിക്ക് നിന്നാൽ മതി പറയും. അപ്പം അവിടെ കമ്പനി ചീഫ് എഞ്ചിനീയറോട് ഈ സൂപ്പർവൈസർ പരാതി പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ എല്ലാത്തിനും വന്ന് പരാതി പറയാൻ ഒതുക്കി വിടുന്നൊരു സെറ്റപ്പ് അവിടെ. അപ്പൊ അവിടേക്കാണ് ലാലേട്ടൻ യൂണിയനോട് കളിക്കാനുള്ള മടി കാരണം. അത് തന്നെ. അപ്പൊ യൂണിയനെ പിണക്കരുതെന്നാണ് ഇവരുടെ മൊത്തത്തിൽ ധാരണ. അവിടേക്ക് ജോലിക്ക് വരുന്ന ലാലേട്ടന്റെ അടുത്തേക്കാണെങ്കിൽ MG സോമൻ വന്നിട്ട് അവരുടെ പഴയ ഓർമ്മ പുതുക്കി നേരെ കൊണ്ടുവന്നിട്ട് വൈസ് പ്രസിഡന്റുമാരെ പരിചയപ്പെടുത്തുകയും ചെയ്യുമ്പോഴത്തേക്ക് സുരേഷ് ഗോപി ജനാർദ്ദനും കൂടി ഈ പുതിയ ട്രേഡ് യൂണിയൻ ആളാകാൻ പോകുന്നവനാ, നമുക്ക് പ്രശ്നക്കാരനാകുന്നത് പറയും. പക്ഷെ ലാലേട്ടൻ പറഞ്ഞ പുള്ളിക്ക് രാഷ്ട്രീയമില്ല, പുള്ളിക്ക് ഏതെങ്കിലും രീതിയിൽ ജോലി ചെയ്ത് പോയാൽ മതി എന്നുള്ളതാണ്. അവിടെ ക്വാർട്ടേഴ്സ് സ്റ്റാഫിന് അലോക്കേറ്റ് ചെയ്യുന്നതിനകത്ത് കുറെ തർക്കങ്ങൾ യൂണിയന്റെ ഇടയിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഈ പുതിയ വരുന്ന ഒരാൾക്ക് പാർട്ടിക്കാരനല്ലാത്തതുകൊണ്ട് മാത്രമാണ് ലാലേട്ടനൊരു ക്വാർട്ടേഴ്സ് കിട്ടുന്നത്. അപ്പോൾ ക്വാർട്ടേഴ്സിലേക്ക് പോകുമ്പോൾ അവിടുത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ക്വാർട്ടേഴ്സിൽ ശക്തമായ ട്രേഡ് യൂണിയന്റെ ആൾക്കാർ താമസിക്കുന്നത് മാത്രമല്ല എല്ലാ സൗകര്യങ്ങളും ഉള്ളൂ. ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്ക് ഇവർ ട്രേഡ് യൂണിയൻ ഫൈറ്റിന്റെ പേരിൽ കറണ്ട് കട്ട് ചെയ്യുക, വാട്ടർ കണക്ഷൻ കട്ട് ചെയ്യുക, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ക്വാർട്ടേഴ്സിനകത്തുണ്ട്.
അപ്പോൾ അവിടെയും ഈ കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടുന്ന ഒരു സാധാരണക്കാരനായിട്ടാണ് ലാലേട്ടൻ അതിൻ്റെ ഇടയ്ക്ക് ചെല്ലുന്നത്. മോഹൻലാലിന്റെ ക്യാരക്ടറിന് ദേവരാജ് എന്നാണ്. അപ്പോൾ അവിടെ കമ്പനിയിലെ വെൽഫെയർ ഓഫീസർ ഉർവശിയാണ്. മോഹൻലാലിന്റെ ജൂനിയറായിട്ട് കോളേജിൽ പഠിച്ചിട്ടുണ്ട്. അവരും നേരത്തെ പരിചയമുണ്ട്. ഇപ്പോൾ ഒരു നായിക കഥാപാത്രം ഇൻട്രൊഡ്യൂസ് ചെയ്ത് വെക്കുന്നു. അതിനുശേഷം ലാലേട്ടൻ്റെ പഴയ മെമ്മറീസിൽ കാണിക്കും. പുള്ളിക്ക് ആ കമ്പനിയുമായിട്ടും അല്ലെങ്കിൽ അവിടുത്തെ സ്റ്റാഫുമായിട്ട് സീനിയർ സ്റ്റാഫുമായിട്ടൊക്കെ ഒരു ചെറുപ്പത്തിലെ പരിചയമുണ്ട്. സെക്യൂരിറ്റി ആയിട്ടുള്ള ഒരു നമ്പ്യാർ ചേട്ടൻ, അതായത് കുതിരോട്ടം മൊബ് ചെയ്യുന്ന ക്യാരക്ടർ, പുള്ളിക്കാരനായിട്ടൊക്കെ പണ്ട് തൊട്ടേ പുള്ളിക്ക് പരിചയമുള്ളതാണ്. അപ്പൊ അവിടെ ചെല്ലുമ്പം യൂണിയനിലെ തമ്മിലുള്ള തല്ലിനൊരു കത്തിക്കുത്ത് നടക്കും. മോഹൻലാൽ വരുന്ന ആ ദിവസം ഒരു കത്തിക്കുത്ത് നടക്കും. ആരും ഇടപെടത്തില്ല. പക്ഷെ മോഹൻലാൽ നേരത്തെ ഇടപെടും, പിടിച്ചു മാറ്റാൻ ശ്രമിക്കും. അപ്പോഴത്തേക്ക് പോലീസ് വരും. പോലീസ് വരുമ്പോൾ മോഹൻലാലിനെ പിടിക്കും. ലാലു ലക്സ പോലീസ് മോഹൻലാലിനെ പിടിക്കുന്നത്. അപ്പോൾ മോഹൻലാൽ എനിക്കിത് ആൾക്കാരെ അറിയത്തില്ല, ഞാനൊന്നും ചെയ്തില്ല, ഞാൻ പിടിച്ചു മാറ്റാൻ വന്നാൽ എനിക്കിവിടെ ആൾക്കാരെ അറിയത്തില്ല, ഞാൻ പുതിയതെന്ന് പറയും. അപ്പോൾ വെൽഫെയർ ഓഫീസറായി ഉർവശി വന്ന് പറയും പുള്ളി ആള് പുതിയതാണ്. വെൽഫെയർ ഓഫീസർ കമ്പനിയുടെ ചിലപ്പോൾ HR ശരിക്കും കമ്പനിയുടെ ആൾക്കാരെ എല്ലാം കണക്ട് ചെയ്യുന്ന സ്റ്റാഫാണ് പുള്ളിക്കാരി. പുള്ളിക്കാരിയും സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് ലാലുവക്സ് വിടും. പക്ഷെ ലാലുവക്സ് നോട്ടപ്പുള്ളിയായിട്ട് മോഹൻലാലിനെ നോക്കിയിട്ട് വിടും. ആ കുത്തി കൊണ്ട് ആളിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും. അയാൾ പുതിയതാണോ? ഈ പോലീസുകാരൻ അവിടെ പുതിയതാണോ? അല്ല, പോലീസുകാരൻ സ്ഥിരം പ്രശ്നമായിരുന്നു. പക്ഷെ അയാൾക്ക് എല്ലാ സ്റ്റാഫിനും ശരിക്കും ആ കമ്പനിയുടെ സെറ്റപ്പ് വന്ന 10-15,000 സ്റ്റാഫ് ഉണ്ടെന്നാണ് ഒരു ഡയലോഗിൽ പറയുന്നത്. 10-15,000 തൊഴിലാളികളുടെ അത്ര വലിയ കമ്പനിയാണെന്നാണ് പറയുന്നത്. 1000 പേരെങ്കിലും കാണാൻ അത്ര വലിയ ഫാക്ടറിയാണ്. ഇവിടെ ഈ പറയുന്ന കത്തിക്കുത്തേറ്റ തൊഴിലാളികൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ കാണിക്കും. അവിടെ ഒരു ഫാക്ടറിക്ക് ഹോസ്പിറ്റലുണ്ട്. ആ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്ത ഡോക്ടറാണ് രേഖ പഴയ നടിയാണ്. അപ്പൊ അവിടെ ഫാക്ടറി പ്രശ്നങ്ങൾക്ക് വേണ്ടിയുള്ള പ്രശ്നങ്ങൾ മാത്രം എടുത്താൽ മതി. കത്തിക്കുത്ത് എടുക്കണം എന്ന് പറഞ്ഞാൽ ഓൾറെഡി ആളിനെ ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അപ്പൊ ഈ തൊഴിലാളി കുത്തുകൊണ്ട് ഹോസ്പിറ്റലിലാണ്. ഇവിടെ മോഹൻലാൽ വന്നു കഴിഞ്ഞ് ഒരു ക്വാർട്ടേഴ്സ് അക്വയർ ചെയ്ത് കഴിഞ്ഞു. ഇവിടെ മോഹൻലാൽ വരുമ്പോൾ പിന്നെ അവിടുത്തെ പ്രശ്നങ്ങൾ കാണിക്കുക. ക്യാൻറ്റീനിലാണെങ്കിൽ ഒരു പർട്ടിക്കുലർ ട്രേഡ് യൂണിയന്റെ കൺട്രോളാണ്. അതായത് 2 ട്രേഡ് യൂണിയനാണ് മെയിൻ ആയിട്ടുള്ളത്, ITUC KTUC. ITUC ഇപ്പോൾ ഭരണകക്ഷിയുടെ ട്രേഡ് യൂണിയനാണ്. KTUC എന്ന് പറയുന്നത് ഒപ്പോസിഷൻ പാർട്ടിയുടെ. അപ്പൊ അവരാണ് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ഭരണകക്ഷിയുടെ ആയതുകൊണ്ട് ആ ട്രേഡ് യൂണിയൻ വലിയ പ്രശ്നങ്ങൾക്ക് പോകത്തില്ല. പക്ഷേ ഇതിൽ ആർക്കും ഏറ്റവും കൂടുതൽ സൗകര്യങ്ങൾ KTUC ആണ്. ഓപ്പോസിഷൻ പാർട്ടി കൺട്രോൾ ചെയ്യുന്ന പാർട്ടിക്ക് ശരിക്കും മേ ബി അത് ഇടതുപക്ഷത്തിന്റെ പാർട്ടി പോലെ ആയിരിക്കും കാണിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു പഴയ മിനിസ്റ്റർ ലീഡ് ചെയ്യുന്ന ഒരു പാർട്ടിയാണ് ഈ ട്രേഡ് യൂണിയൻ ആണ് ഇത്. ക്യാപ്റ്റൻ രാജു ഷേഖു എന്ന പേരിൽ ഒരു ക്രിമിനൽ ഗുണ്ടയായിട്ട് ഈ ട്രേഡ് യൂണിയനുകളിൽ എപ്പോഴും കൺട്രോൾ ചെയ്യുന്ന ഒരു പുറത്തെ ഫോഴ്സ് ഉണ്ടാവുമല്ലോ. അതില് കുണ്ട്ര ജോണി, ക്യാപ്റ്റൻ രാജു ലീഡ് ചെയ്യുന്ന ഒരു ടീം ഇവർക്ക് സപ്പോർട്ടായിട്ട് പുറത്തുണ്ട് KTUCക്ക്. അതുകൊണ്ട് KTUCയുടെ കൺട്രോളാ ഇത് അകത്ത് നടക്കുന്നത്. ക്യാൻറ്റീൻ അവരുടെ ചുമതലയാണ്. ഫുഡ് പ്രോപ്പർ ആയിട്ട് കൊടുക്കത്തില്ല. തോന്നുന്ന പോലെ ഒന്ന് കഴിച്ചിട്ട് പോകണം, തോന്നുന്ന പോലെ സെർവ് ചെയ്യും. കാരണം അവിടെ ബഡ്ജറ്റ് കുറവാണ്. അപ്പൊ പൈസ കുറവാണല്ലോ, അപ്പൊ തോന്നി തിന്നാൽ മതി എന്നുള്ള രീതിയിലാണ് വരുന്നത്. അപ്പൊ മോഹൻലാൽ അവിടെ ക്യാൻറ്റീൻ പരിചയപ്പെടാൻ വരുമ്പോഴത്തേക്ക് അന്ന് കത്തിക്കുത്ത് നടന്നപ്പോൾ ഭീമന്റെ ഗു പിന്നെ 2-3 പേര് ഞാൻ കുത്തിയത് മോഹൻലാൽ കണ്ടതാണ്. അപ്പൊ അന്ന് ലാലുവക്സ് അവിടേക്ക് വന്നിട്ട് സൂപ്പർവൈസറിനോട് ചോദിക്കുമ്പോൾ സൂപ്പർവൈസർ ഈ 3 പേരും കുത്തിയ 3 പേര് അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്നു പറയും. അപ്പോൾ മോഹൻലാൽ വീണ്ടും ഞാൻ കണ്ടതാ എന്ന് പറയാൻ പോകുമ്പോൾ ഉർവശി വീണ്ടും വന്നിട്ട് ഇവിടുത്തെ സിറ്റുവേഷൻ ഭയങ്കര മോശമാണ്, നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ല, അതുകൊണ്ട് ഇതിനകത്ത് ഇടപെടേണ്ടെന്ന് പറഞ്ഞ് മാറ്റി നിർത്തും. ഈ ട്രേഡ് യൂണിയൻ ആണെങ്കിൽ ഈ കത്തിക്കുത്ത് നടന്നതിന് വേണ്ടി സമരം നടക്കുമ്പോഴത്തേക്ക് ആ സമരത്തിനെ അടിച്ചൊതുക്കാൻ വേണ്ടിയിട്ട് സുരേഷ് ഗോപിയുടെ അമ്മാവനാണ് അവിടുത്തെ SP KPC സണ്ണി ക്യാരക്ടർ ചെയ്യുന്ന ആൾ. അപ്പൊ പുള്ളിക്കാരന്റെ മോളെ കല്യാണം കഴിക്കാൻ സുരേഷ് ഗോപി പറഞ്ഞു വെച്ചേക്കും. സുരേഷ് ഗോപി അയാളെ ഉപയോഗിച്ചിട്ട് ഈ സമരത്തെ അടിച്ചമർത്തും. അപ്പൊ അങ്ങനെ പൊളിറ്റിക്സും പോലീസും ഈ പൈസക്കാരും ചേർന്ന് അവരെ കൺട്രോൾ ചെയ്യുന്നു. ഒരു ട്രേഡ് യൂണിയന് മാത്രം ഫുൾ ഫ്രീഡം ഉണ്ട്. അങ്ങനെ അവിടെ പോകുന്നത്. പക്ഷെ അവിടെ 13 ട്രേഡ് യൂണിയൻ ഉണ്ട്. ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും താല്പര്യമില്ല, യൂണിറ്റി ഇല്ലാത്തൊരു സെറ്റപ്പ്. അതുകൊണ്ട് തന്നെ എപ്പോഴും മാനേജ്മെന്റിന്റെ കാര്യത്തിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. മോഹൻലാൽ ഇവിടുന്ന് അവിടെ ഈ സെറ്റപ്പിൽ ദേവരാജ് എന്നുള്ള ഈ ക്യാരക്ടർ എങ്ങനെ ഇതിനകത്തേക്ക് വരുന്നെന്നും അയാൾക്ക് ചുറ്റും എന്തൊക്കെ നടക്കുന്നതാണ് ഇതങ്ങോട്ട് മുന്നോട്ട് പോകുന്നത്. ഒരു ഫസ്റ്റ് ഹാഫ് വരെ ഈ ക്യാരക്ടേഴ്സിനെ എസ്റ്റാബ്ലിഷ് ചെയ്യുക, എല്ലാ ക്യാരക്ടേഴ്സിന്റെ ബാക്ക് സ്റ്റോറീസ് എസ്റ്റാബ്ലിഷ് ചെയ്ത് വരുന്നിടത്ത് ഫസ്റ്റ് ഹാഫ് ഉണ്ടാവും. സെക്കൻഡ് ഹാഫ് ഇതങ്ങോട്ട് ഈ സെക്കൻഡ് ഹാഫിലാണ് ഈ പടത്തിനൊരു പ്രശ്നം പറ്റിയെന്ന് എനിക്ക് തോന്നുന്നത്. സെക്കൻഡ് ഹാഫിൽ ഇതിങ്ങനെ അഴിച്ചഴിച്ച് ഈ പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഭയങ്കര സ്പീഡിൽ കാര്യങ്ങൾ നടന്നു പോകും. ഇതൊക്കെ വൃത്തിയായിട്ട് എക്സിക്യൂട്ട് ചെയ്ത് ഓരോ എപ്പിസോഡുകളാക്കിയായിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞ ഒരു വെബ് സീരീസിനുള്ള സാധ്യത അവിടെയാണ്. സോമൻ ഇതിനകത്താണെങ്കിൽ മോഹൻലാലിനോട് ഒരു സോഫ്റ്റ് കോർണറാണ്. സോമന്റെ ഫ്രണ്ടാണ് ചീഫ് എഞ്ചിനീയർ സോമന്റെ ഫ്രണ്ടാണ് മോഹൻലാലിന്റെ അച്ഛൻ. അപ്പൊ അവർ രണ്ടും ഒന്നിച്ച് സ്റ്റാഫായിട്ട് ആദ്യം ജോലി ചെയ്ത് പിന്നെ അവിടുന്ന് സോമൻ പടിപടിയായിട്ട് കയറി ചീഫ് എഞ്ചിനീയർ ആയതാണ്. ഒരു ദിവസം MG സോമൻ മോഹൻലാലിനെ വിളിച്ചുകൊണ്ട് പോയിട്ട് ട്രേഡ് യൂണിയൻ റൗഡികളാണ്, അവരുമായിട്ട് നിങ്ങൾ പ്രശ്നത്തിന് പോകരുത്, ഇടപെടരുത്, നല്ലതല്ലെന്ന് പറയുമ്പോൾ നമുക്ക് കാണിക്കും ഈ ട്രേഡ് യൂണിയൻ റൗഡികളുടെ തന്നെ പ്രശ്നം കൊണ്ട് ശരിക്കും മോഹൻലാലിന്റെ അച്ഛൻ ഒരു കൊല്ലപ്പെടുകയായിരുന്നു. ആ സ്പോട്ടിൽ അത് റിവീൽ ചെയ്യുന്നത് പുള്ളിക്കാരനെ ആൾക്കാര് ഒരു അറിയാം. നമ്മളെ റിവീൽ ചെയ്യുന്ന ആ സമയത്താണ് പുള്ളിക്കാരൻ്റെ ഒരു കത്തിക്കുത്തിൽ മരിക്കുന്നത്. ഈ ട്രേഡ് യൂണിയൻ പ്രശ്നങ്ങളുടെ ഇടയിൽപ്പെട്ട പുള്ളി മരിക്കുന്നത്. അതിന്റെ ഓർമ്മയും ട്രോമയും മോഹൻലാലിനും ഉണ്ട്.
അപ്പൊ മോഹൻലാൽ ആണെങ്കിൽ അല്ല പക്ഷെ ഇയാള് ഇങ്ങനെ കുത്തുകൊണ്ട് മരിച്ച ആളും തന്നെയല്ലേ? അതറിയാലോ മോഹൻലാലിന് അല്ലേ? അതറിയാം, കൊല്ലപ്പെട്ടതെന്ന് അറിയാം. നമ്മളെ റിവീൽ ചെയ്യിക്കുന്നത് ആള് മരിച്ചു എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് നമ്മളെ റിവീൽ ചെയ്യിക്കുന്നത് ആ പോയിന്റിലാണ് മോഹൻലാലിന്റെ അച്ഛൻ മരിച്ചത് ഇങ്ങനെയാണ് റിവീൽ ചെയ്യുന്നത്. അപ്പൊ തൊട്ട് തന്നെ നമുക്കറിയാം പുള്ളി വന്നതിന് ചിലപ്പോൾ വ്യത്യാസങ്ങൾ ഉണ്ടാകാം എന്നുള്ളൊരു രീതിയിലാണ് പിന്നെ പടം അവിടുന്ന് പോകുന്നത്. മോഹൻലാൽ അവിടുത്തെ ആൾക്കാരുമായിട്ട് ഇന്ററാക്ട് ചെയ്ത് അവരുടെ പതുക്കെ ബന്ധങ്ങൾ പിടിച്ച് ഉണ്ടാക്കുകയും അപ്പൊ ഇതിൽ പ്രേംനസീറിന്റെ മോനുണ്ട് ഷാനവാസ്, പുള്ളി ഒരു യൂണിയന്റെ നേതാവാണ്. പുള്ളിയുടെ അച്ഛനാണ് ബാലൻ കെ നായർ. ബാലൻ കെ നായർ ഇവരെ മക്കൾ തമ്മിൽ പരിചയപ്പെടുന്ന കാണുമ്പോൾ വന്ന് ഇന്ററാക്ട് ചെയ്യുമ്പോൾ ഇത് മരിച്ചുപോയ സെക്യൂരിറ്റി ഓഫീസറുടെ മോനാന്ന് പറയുമ്പോൾ ചെറുതായിട്ടൊന്ന് പുള്ളി ഡിസ്ട്രാക്റ്റഡ് ആവും. അപ്പൊ തൊട്ട് പുള്ളി ഇതുമായിട്ട് എന്തോ കണക്ട് ആണെന്ന് നമുക്കൊരു തോന്നൽ ഇടിയിപ്പിച്ചു വെക്കും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മോഹൻലാൽ ആണെങ്കിൽ അവിടെ കറണ്ട് കട്ട് ചെയ്യാൻ വന്ന പ്രശ്നങ്ങൾക്ക് ഒരു സൊല്യൂഷൻ എന്നുള്ള രീതിയിൽ വെൽഫെയർ ഓഫീസർ ഇടപെട്ടിട്ട് KSEB എന്ന് പറഞ്ഞിട്ട് അവിടെ കറണ്ട് വീണ്ടും പുനഃസ്ഥാപിക്കാൻ വരുമ്പോൾ BMW വന്ന് വീണ്ടും പ്രശ്നം ഉണ്ടാക്കും. അവർക്കൊരിക്കലും ഇങ്ങോട്ടേക്ക് സൗകര്യങ്ങൾ കൊടുക്കത്തില്ല ഇവരുടെ വാശിയാണ്. അപ്പൊ മോഹൻലാൽ ആദ്യമായിട്ട് കയറി ഇടപെടും. മോഹൻലാൽ BMW അടിക്കുമ്പോഴത്തേക്ക് ക്യാപ്റ്റൻ രാജിന്റെ എൻട്രി. BMW ഒക്കെ വെളിയിൽ നിന്ന് സപ്പോർട്ട് ചെയ്യുന്ന വലിയ ക്രിമിനൽ നേതാവാണ് ഷെയ്ഖു എന്ന പേരിലൊരു ക്യാരക്ടറാണ് ക്യാപ്റ്റൻ രാജ്. ക്യാപ്റ്റൻ രാജ് വന്നിട്ട് നേരെ വന്നിട്ട് BMW അടിക്കും. പിള്ളേരുടെ ബുദ്ധിമുട്ടിക്ക് നിന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ, നിങ്ങൾ ഭയങ്കര ചിരിച്ചോണ്ട് കൊല്ലുന്നൊരു വില്ലാണ് പുള്ളി. എന്നിട്ട് മോഹൻലാലിന്റെ പോട്ടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറഞ്ഞു തീർക്കണേ, നമുക്കിതൊക്കെ പരിഹരിക്കാമെന്നല്ല ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് BMW വിളിച്ചോണ്ട് പോകും. അപ്പൊ ആൾക്കാർ പറയും ഷെയ്ഖു ചിരിച്ചാലും പ്രശ്നമാണ്, ഷെയ്ഖു ദേഷ്യപ്പെട്ടാലും പ്രശ്നമാണ്, അപ്പൊ സൂക്ഷിക്കണം എന്ന് പറയും. ഇയാളുടെ പ്ലാൻ എന്താ വെച്ചാൽ ഇപ്പം യൂണിയനിൽ സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാരെ എല്ലാം ഒരുമിച്ച് കൊണ്ടുവരാന്നുള്ളത്. അപ്പൊ അയാൾ മറ്റേ ആളിനെ വിട്ടുകൂടെ മോഹൻലാലിനെ കൂടെ നമ്മുടെ യൂണിയനിലേക്ക് കൊണ്ടുവരണം എന്ന് പറയാം. യൂണിയനിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഒരു ഗുണ്ട പുറത്തുനിന്ന് മോഹൻലാലിനെ ക്യാൻവാസ് ചെയ്യുമ്പോൾ മോഹൻലാൽ അവനെ അടിക്കും. മോഹൻലാല് തർക്കം പറയുക, അയാൾ കത്തിയെടുത്ത് കുത്താൻ മോഹൻലാലിനെ അടിച്ചു വെക്കിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഷെയ്ഖുവിന് വേണ്ടി വാലാട്ടുന്ന പട്ടികളുടെ കൂട്ടത്തിൽ ഞാൻ പെടത്തിൽ നിന്ന് മാസ് ഡയലോഗ് അടിച്ചിട്ട് മോഹൻലാൽ അയാളെയും പറഞ്ഞു വിടും. അപ്പൊ അങ്ങനെ ഒരുത്തിന് ഇവിടെ വളരെ സമ്മതിക്കാതിരിക്കാൻ വേണ്ടി പബ്ലിക്കായിട്ട് അവനെ അടിച്ചൊതുക്കണം തീരുമാനിച്ചിട്ട് അവർ ഗ്രൂപ്പായിട്ട് ചെയ്യുന്ന മോഹൻലാലിനെ അടിക്കും. മോഹൻലാൽ തിരിച്ചടിക്കും, ആരും ഇടപെടത്തില്ല. അത്ര ആൾക്കാർ കണ്ടു നിന്നാലും പബ്ലിക് കോമ്പൗണ്ടിനകത്ത് വെച്ച് ഫാക്ടറി കോമ്പൗണ്ടിനകത്ത് അടി നടന്നാൽ ആരും ഇടപെടത്തില്ല. അടിക്കും, മോഹൻലാൽ തിരിച്ചടിക്കും, നല്ല ഫൈറ്റ് നടക്കും. അപ്പോഴത്തേക്ക് പോലീസ് വരും, NG സോമൻ വരും, ചീഫ് എഞ്ചിനീയർ എല്ലാവരും വരും. അടി പിരിഞ്ഞു പോകും, മോഹൻലാലിന് പരിക്ക് പറ്റും. NG സോമൻ മോഹൻലാലിനെ വിളിച്ചു നിർത്തി പറയും, നിന്നോട് പറഞ്ഞില്ലേ പ്രശ്നങ്ങൾക്ക് പോയി, നീ ഇവിടെ ഗുണ്ടകളിൽ പണി നടത്താനാണോ വന്നേക്കുന്നത്? പുള്ളി പറയും, ഇവിടുത്തെ സിറ്റുവേഷൻ ഇതാണ്, നിങ്ങളെല്ലാവരും കൂടെ പറഞ്ഞ ഇവരെ പേടിപ്പിച്ച് വെച്ചേക്കുന്നത്, ആരും ഇടപെടുന്നു, ഒരാളെ ഉപദ്രവിക്കുന്നുണ്ട്, ആരും ഇടപെടുന്നില്ല, അങ്ങനത്തെ സിറ്റുവേഷൻ ആണല്ലോ. അപ്പോ ഈ പറയുന്ന മെയിൻ ട്രേഡ് യൂണിയനെ പുറമേ സപ്പോർട്ട് ചെയ്യുന്ന പഴയ മിനിസ്റ്റർ KP ഉമറാദ് പുള്ളി വന്നിട്ട് ലാലു ലക്സിന്റെ അടുത്ത് വന്നിട്ട് ചൂടാവും. അതായത് അവിടെ ഫൈറ്റ് നടന്ന് ഞങ്ങളുടെ കൂട്ടത്തെ ആൾക്കാർക്ക് അടി കിട്ടിയപ്പോൾ അതിനെതിരെ നടപടി എടുക്കണം. അങ്ങനെ മോഹൻലാലിനെ അറസ്റ്റ് ചെയ്യിക്കും. മോഹൻലാലിനെ അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിൽ നല്ല അടിയടിക്കും. അപ്പൊ ഉർവശി NG സോമനെ കൊണ്ട് പറയിപ്പിച്ചിട്ട് മോഹൻലാലിനെ ഇറക്കാൻ വേണ്ടി നടപടി നോക്കും. NG സോമൻ നേരെ അറിയാവുന്നത് സുരേഷ് ഗോപിയുടെ അമ്മാവനെയാണ്. പുള്ളിക്കാരനെ വിളിച്ചിട്ട് ഈ മോഹൻലാലിനെ ഇറക്കാൻ നോക്കും. ഈ സമയത്ത് തന്നെ പണ്ട് ആ മോഹൻലാൽ വന്ന ദിവസം കത്തിക്കുത്ത് നടന്ന ആ ആക്സിഡന്റിൽ പെട്ട് കത്തിക്കുത്ത് നടന്ന ആള് മരിച്ചു പോകും. അപ്പോൾ ഓൾറെഡി ഫാക്ടറിക്കകത്ത് പ്രശ്നങ്ങൾ രൂക്ഷമായിട്ട് നിൽക്കുന്നവർ കൂടുതൽ പ്രശ്നം ഉണ്ടാക്കണമെങ്കിൽ മോഹൻലാലിനെ റിലീസ് ചെയ്യും. ലാലേട്ടൻ ഹോസ്പിറ്റലിലാവും. NG സോമൻ ലാലേട്ടന്റെ വീട്ടിൽ നിന്ന് ആളിനെ കൊണ്ടുവരും. സുകുമാരിയും ലാലേട്ടനൊരു സംസാരിക്കാൻ പറ്റാത്ത ഏല അനിയത്തിയുണ്ട്. ഇവരെ കൊണ്ടുവന്നിട്ട് ഇവനെ ഒന്ന് ഒതുക്കണമല്ലോ, ഫാമിലി ആയിട്ട് നിന്നാലും ഒതുക്കുന്ന കൊണ്ടുവരും. ഇവരെ കൊണ്ടുവരുമ്പോൾ ഇവരുടെ വീട്ടിൽ കൊണ്ട് താമസിപ്പിക്കാൻ നോക്കുമ്പോൾ MG സോമന്റെ ഫ്രണ്ടിന്റെ ഭാര്യയാണല്ലോ വരുന്നത്. പക്ഷെ MG സോമന്റെ ഭാര്യ ഉണ്ണിമേരിയാണ്. പുള്ളിക്കാരി ഇവരോട് മോശമായിട്ട് പെരുമാറും. പുള്ളിക്കാരി ഭയങ്കര അറഗന്റ് ആയിട്ടുള്ള സൊസൈറ്റി ലേഡിയെ പോലെ കാണിക്കുന്നത്. പുള്ളിക്കാരി ആണെങ്കിൽ അവന്റെ ഫ്ലാറ്റിൽ താമസിപ്പിച്ചാൽ മതി, അവന്റെ വോട്ടേഴ്സ് ഉണ്ടല്ലോ അങ്ങോട്ട് കൊണ്ടുപോകുന്നൊക്കെ പറയും. അപ്പോൾ അവരെ പറഞ്ഞു വിട്ടതിന് ശേഷം MG സോമൻ ചോദിക്കും, നമുക്ക് ഒരുപാട് കടമയും കടപ്പാടും ഒക്കെ ഉള്ളവരാണ്, നമ്മളിങ്ങനെ കുറച്ച് നന്ദിയെ കാണിക്കാമെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഒരുപാട് പേർക്ക് ഞാൻ നന്ദി കാണിച്ചിട്ടുണ്ട്, അതിന്റെ കഥ എന്നെ പറയിപ്പിക്കില്ലെന്ന് എന്നിട്ട് അവർ തമ്മിൽ എന്തോ ഡാർക്ക് ഫ്ലാഷ് ബാക്ക് ഉണ്ടെന്ന് കാണിച്ച് അവിടെ നിന്ന് പോകും. ഇവരെ ഹോസ്പിറ്റലിൽ ഷാനവാസും കൂട്ടരും വന്നിട്ട് അമ്മയും അനിയത്തെയും ഹോസ്പിറ്റലിൽ കൊണ്ട് ലാലേട്ടനെ കാണിക്കും. അപ്പോഴത്തേക്ക് സുരേഷ് ഗോപി വരും. ഗുണ്ടാപ്പണിയായിട്ട് വരുന്നവരുടെ ഹോസ്പിറ്റലിൽ കിടത്തരുന്ന് പറഞ്ഞിട്ടുള്ള ഇവനെ ഇപ്പം തന്നെ ഡിസ്ചാർജ് ചെയ്യണമെന്ന് രേഖയുടെ ഡോക്ടറിനോട് പറയും. മോഹൻലാൽ അത് കേൾക്കും. അന്ന് രാത്രി മോഹൻലാൽ നോക്കുമ്പോൾ സുരേഷ് ഗോപി അവിടെ ഹോസ്പിറ്റലിൽ വന്ന് നേഴ്സുമാരെ വിളിച്ചുകൊണ്ട് കളിക്കുന്ന ഒരു പരിപാടിയുണ്ട്. യൂണിയൻകാർ നോക്കുമ്പോൾ ഇത് കാണും, ഒരു നേഴ്സിനെ നിർബന്ധിച്ച് കൊണ്ടുപോകുന്നത്. പിറ്റേ ദിവസം സുരേഷ് ഗോപിയുടെ ഈ കാര്യം രേഖയോട് പറയും ഇവർ. അപ്പൊ രേഖയും സുരേഷ് ഗോപി ശരിക്കും ഭയങ്കര ഫ്രണ്ട്സ് ആണ്. ഉർവശി അനിയത്തി ഇവരൊക്കെ ഒരു കമ്പനിക്കാരാണ്, ഒരുമിച്ച് ബാഡ്മിന്റൺ കളിക്കുക, ഡിസ്കഷൻ ഒക്കെ ഉള്ളതാണ്. അപ്പൊ ശരിക്കും രേഖ ഡോക്ടർ ആയത് കമ്പനിയുടെ ലോൺ പൈസ കൊണ്ടാണ്. അപ്പൊ അതിന് സുരേഷ് ഗോപിയുടെ ഫാദറെ സപ്പോർട്ട് ചെയ്തത്. അപ്പൊ സുരേഷ് ഗോപി ഇടയ്ക്കിടയ്ക്ക് അത് പറയും, എന്റെ അച്ഛനാണ് നിന്നെ ഡോക്ടർ ആക്കിയത്. പക്ഷേ ലോൺ എടുത്തിട്ടാണ് ഇവർ പൈസ തിരിച്ചടക്കുകയും ചെയ്തത്. അപ്പൊ അതുപോലെ ഉർവശി അനിയത്തെയും ഡോക്ടർ ആക്കാന്ന് പറഞ്ഞ് ഈ പുള്ളിക്കാരനെ കൂടെ നിർത്തിയിട്ടുണ്ട്. അവള് എൻട്രൻസ് എഴുതി പാസ്സാകത്തില്ല, അവർക്ക് ഡോക്ടറാണെന്ന്. അപ്പൊ സുരേഷ് ഗോപി അവർക്ക് ഇതുപോലെ കമ്പനി രീതിയിലുള്ള ഡോക്ടർ ആക്കാന്ന് കൂടെ കൊണ്ട് നടക്കുന്നുണ്ട്. ഉണ്ണിമേരി രേഖയുടെ അമ്മ എപ്പോഴും പറയും, അവന്റെ അമ്മാടി അവന്റെ കൂട്ടുകൂടെന്ന് പറഞ്ഞാൽ അവനെ പറ്റി ഒരു മോശം ഇമേജ് ആണെന്ന് പറഞ്ഞു വെക്കും. പക്ഷെ ഇവര് ഭയങ്കര ഫ്രണ്ട്സാണ്. അപ്പൊ മോഹൻലാൽ പറഞ്ഞിട്ട് സുരേഷ് ഗോപി വന്നതിൽ തെളിവായിട്ട് സുരേഷ് ഗോപിയുടെ പേഴ്സ് അവിടെ വീണു പോകും. അതുകൂടെ എടുത്ത് കാണിക്കും. രാത്രി നിങ്ങളറിയാതെ നിങ്ങളുടെ നേഴ്സുമാരെ അയാൾ അവിഹിതത്തിന് കൊണ്ടുപോകുന്നുണ്ടെന്ന് പറഞ്ഞ് കാണിക്കുമ്പോഴത്തേക്ക് രേഖയ്ക്ക് ഡൗട്ടാണ്. രേഖ വീട്ടിൽ പോകുമ്പോൾ ഉർവശിയുടെ അനിയത്തിയും
സുരേഷ് ഗോപി അവിടെ ഒരുമിച്ച് കാണും. അവൾ കൊച്ച ശരിക്കും പറഞ്ഞാൽ, അതായത് അവൾ ജസ്റ്റ് പ്രീ ഡിഗ്രി കഴിഞ്ഞ് മെഡിസിൻ ട്രൈ ചെയ്യുന്ന വെച്ചാൽ. അപ്പോൾ അവൾക്ക് സംശയമാവും. അവൾ സുരേഷ് ഗോപിയെ അത് കൺഫ്രണ്ട് ചെയ്യും. സുരേഷ് ഗോപി കൺഫ്രണ്ട് ചെയ്യുമ്പോഴത്തേക്ക് സുരേഷ് ഗോപി പറയും, ഞാനാണെങ്കിൽ എൻ്റെ ഇഷ്ടത്തിനാണ് ജീവിക്കുന്നു. ശരിക്കും ആ ക്യാരക്ടേഴ്സ് ഒക്കെ ആ ക്യാരക്ടേഴ്സിന് കുറ്റബോധമൊന്നുമില്ല, കറക്റ്റായിട്ട് അതൊക്കെ അങ്ങനെ എഴുതിയിരിക്കുന്നത്. സുരേഷ് ഗോപി സുരേഷ് ഗോപി അവൾ കൺഫ്രണ്ട് ചെയ്യുമ്പോൾ നീ പോകും, എനിക്കത് പ്രശ്നമില്ല എന്നുള്ള രീതി സുരേഷ് ഗോപി അതിനെ വളരെ അയാൾ ജസ്റ്റിഫൈഡ് ആണ് ആ കാര്യത്തിൽ എന്നുള്ള രീതി അയാൾ പോകും. അപ്പൊ അമ്മ വന്ന് പറയും, നിനക്ക് മനസ്സിലായല്ലോ ഞാൻ ഒന്ന് പറഞ്ഞു ഇവൻ തെമ്മാടിയാണെന്നുള്ള പറഞ്ഞ് മനസ്സിലായത്. എന്നിട്ട് പറയും, കഴുകന്റെ മോൻ അങ്ങനെ ആയില്ലെങ്കിൽ എല്ലാം അത്ഭുതമുള്ളെന്ന് പറഞ്ഞ് ജനാർദ്ദനെയും അവിടെ ഷെയ്ഡിൽ നിർത്തുന്നു. ആ ഒരു 90s രീതിയിൽ നിൽക്കും. മോഹൻലാൽ ഇവിടെ ഇപ്പം ഷെയ്ഡിൽ നിർത്തും. ശരിക്കും LCU പോലല്ലേ, ഞാൻ അതിന്റെ ഇന്നർ മീനിങ് കണ്ടുപിടിക്കാൻ നോക്കിയാണ്. ഇപ്പൊ മോഹൻലാൽ എവിടെ നിൽക്കുന്നത്? ഞാൻ മോഹൻലാലിന്റെ കേസ് ഉണ്ട്. മോഹൻലാലിന് ഹോസ്പിറ്റലിൽ നിന്ന് മോഹൻലാൽ ഹോസ്പിറ്റലിൽ നിന്ന് മോഹൻലാൽ ഇറങ്ങി പുറത്തേക്ക് വരുന്നു. മോഹൻലാലിനെ മോഹൻലാൽ എന്താ പറ്റുന്നത്? മോഹൻലാലിന് ഇടി കിട്ടിയിട്ടാണ്. മോഹൻലാൽ പോലീസ് ഇടിച്ചിട്ടാണ് ഹോസ്പിറ്റലിൽ പോകുന്നത്. അപ്പൊ മോഹൻലാൽ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി വന്നിട്ട് മോഹൻലാൽ ആക്റ്റീവായിട്ട് ട്രേഡ് യൂണിയൻ ആക്റ്റീവായിട്ട് എല്ലാ പ്രവർത്തനങ്ങളും ഇടപെടാൻ തുടങ്ങും. അപ്പോഴത്തേക്ക് ഇവിടെ സുരേഷ് ഗോപി ഇവിടെ ഒരു മെയിൻ ട്രേഡ് യൂണിയൻ സംഘങ്ങളായിട്ടുള്ള മെയിൻ ഇടപാട് എന്താണെന്ന് വെച്ചാൽ ക്യാപ്റ്റൻ രാജുവിന്റെയും ബാക്കി ക്രിമിനൽ സംഘങ്ങളുടെയും ഇടപാടുകൊണ്ട് ഈ ഫാക്ടറിയിലേക്ക് വരുന്ന സാധനങ്ങളും ഇതിന്റെ റോ മെറ്റീരിയൽസും ഒക്കെ കടത്തി വേറൊരു ഫാക്ടറി ഓൾറെഡി സ്ഥാപിച്ചു. ലക്ഷ്മി മിൽസ് വലിയൊരു ഫാക്ടറി ഓൾറെഡി ഉണ്ട്. അതായത് അമ്മാവന്റെ പേരിലാണ്, ആ SP യുടെ പേരിലാണ്, അയാളുടെ മോളുടെ പേരിലാണ് ഫാക്ടറി തുടങ്ങിയത്, ലക്ഷ്മി മിൽസിനില്ല. അപ്പൊ ശരിക്കും ഇങ്ങനെ ഒരു പരിപാടി നടത്തുന്നത് ഇവരാണ്. അതിന് വേണ്ടിയിട്ടാണ് ഈ പരിപാടി. ഈ ഗ്യാങ് സെറ്റപ്പിനെ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന്റെ മെയിൻ ഉദ്ദേശം അവർക്കൊന്നും ഇതാണ്. അപ്പൊ അതിനുവേണ്ടി ഇവർക്ക് കുറെ ഡീൽസ് ക്യാപ്റ്റൻ രാജിനൊക്കെ ഇവരും ഫാക്ടറിയിൽ മറിച്ചു കൊടുക്കും. അപ്പൊ അതിന്റെ മറവിൽ ഇവർ വന്ന് ഇവിടുന്ന് മെഷീനറി, ഇവിടേക്ക് ഓർഡർ ചെയ്യുന്ന മെഷീനറി, റോ മെറ്റീരിയൽസ് ഒക്കെ അപ്പുറത്തേക്ക് കൊണ്ട് അവിടെ ഫാക്ടറി അടിപൊളിയായിട്ട് നടക്കുന്നത്. ഒരു കാര്യം ചോദിക്കട്ടെ, ഇത് ഗവൺമെന്റ് ഫാക്ടറിയാണോ? അല്ല, പക്ഷേ ഇങ്ങനെയുള്ള ഫാക്ടറിക്കൊക്കെ ഗവൺമെന്റിന്റെ സബ്സിഡിയും കാര്യങ്ങളൊക്കെ കിട്ടും. അതായത് ഇത്രയും ആൾക്കാർക്ക് തൊഴിൽ കൊടുക്കുന്ന സ്ഥാപനം ആയതുകൊണ്ട് ഗവൺമെന്റ് ഒരുപാട് സബ്സിഡിയും കാര്യങ്ങളും കൊടുക്കും. അങ്ങനെ ഈ ഫാക്ടറി ഗവൺമെന്റിനെ റോ മെറ്റീരിയൽസ് വാങ്ങിച്ചിട്ടുണ്ട്. അതായത് തടി ഗവൺമെന്റിന് മൂഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ് ഫാക്ടറി വഴി എല്ലാ രീതിയിലും. അതായത് തടി റോ മെറ്റീരിയൽസ് ഒക്കെ കിട്ടണമെങ്കിൽ ഗവൺമെന്റിലൂടെ അനുവദിച്ച് ആ കുറഞ്ഞ റേറ്റിൽ കിട്ടണമല്ലോ. തടി എടുക്കുന്നത് കാട്ടിൽ നിന്നൊക്കെ അങ്ങനെയുള്ള രീതിയിലായിരിക്കും. അപ്പൊ റോ മെറ്റീരിയൽസ് ഗവൺമെന്റാണ് സപ്ലൈ ചെയ്യുന്നത്. ഇവിടെ ഈ പ്രശ്നം വന്ന് നടന്നു കഴിഞ്ഞ് മോഹൻലാൽ പോലീസുകാരുടെ ഇടികൊണ്ട് പുറത്തേക്ക് വരുമ്പോഴത്തേക്ക് പുള്ളി ഒരു ലോക്കൽ ഹീറോ ആയിട്ട് ആളുകൾ അംഗീകരിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇയാളെ പുറത്തു വിട്ടതിന് മറ്റേവന്മാർക്ക് ലാലു ലക്ഷ്മണ ദേഷ്യമുണ്ട്. ലാലു ലക്ഷ്മൺ ആണല്ലോ പുള്ളിയെ പുറത്തു വിട്ടു. പക്ഷെ SP പറഞ്ഞിട്ട് എവിടെയെങ്കിലും ലാലു ലക്ഷ്മൺ പുറത്തു വിട്ട ദേഷ്യമുണ്ട്. ഇയാൾ പുറത്തുനിന്ന് സ്റ്റാർ ആയിട്ട് വളരുന്ന കാണുമ്പോഴത്തേക്ക് മറ്റേവന്മാർക്ക് ദേഷ്യമാവും. അവനെ എങ്ങനെ ഒതുക്കണമെന്ന് വിചാരിക്കും. അവര് സുരേഷ് ഗോപിയോടും പറഞ്ഞ് ഈ പഴയ കാര്യങ്ങൾ പറഞ്ഞ് തെറ്റാൻ തുടങ്ങും. അതായത് ഒരു പുതിയ യൂണിയൻ ആക്റ്റീവായി വരുമ്പോൾ പഴയ യൂണിയൻ ശക്തി കുറയുമ്പോൾ ക്യാപ്റ്റൻ രാജുവിന്റെ യൂണിയൻ, ആ യൂണിയന്റെ ശക്തി കുറയുമ്പോൾ സുരേഷ് ഗോപി പതുക്കെ അവരെ ഒഴിവാക്കാൻ നോക്കും. അപ്പൊ അവർ തമ്മിലൊരു തെറ്റലായി. ഇവനെതിരെ മോഹൻലാലിന് നടപടി എടുക്കാൻ അവർക്ക് നോക്കിയിട്ട് നടക്കുന്നുമില്ല. പറഞ്ഞു വിടാൻ വേണ്ടി MG സോമനെ നിർബന്ധിക്കുമ്പോൾ MG സോമൻ പറയും അങ്ങനെ പെട്ടെന്ന് പറഞ്ഞു വിടാൻ പറ്റില്ല, കാരണം അവന് പുറകിൽ ആളുണ്ട്. ട്രേഡ് യൂണിയൻ കുറെ ആൾക്കാരും ഈ യൂണിയൻ മറന്നിട്ട് മോഹൻലാലിന്റെ പുറകെ നിൽക്കുന്ന സിറ്റുവേഷനിലേക്ക് വന്നു. അപ്പൊ അയാൾ ടെർമിനേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ടെർമിനേറ്റ് ചെയ്യാൻ പറ്റാത്തതിന് സോമനെ ടെർമിനേറ്റ് ചെയ്യുന്ന ഭീഷണിപ്പം സോമൻ പറയും നിങ്ങളുടെ കാര്യങ്ങൾ എനിക്ക് പറയും, ഞാനത് പുറത്ത് പറയുന്നു പറയും. അപ്പൊ മോഹൻലാൽ എല്ലാ ട്രേഡ് യൂണിയൻ ആൾക്കാരെയും സംസാരിച്ച് അവരുമായിട്ടുള്ള അലയൻസ് ഫോം ചെയ്യും. എന്നിട്ട് പുള്ളി ഒരു അവിടുത്തെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നേതാവായിട്ട് മാറും. അവരൊന്നിച്ച് JD സാബിനെ കണ്ടിട്ട് നമുക്ക് മര്യാദയ്ക്ക് വർക്ക് ചെയ്യാൻ വേണ്ടി ഒരു എൻവയോൺമെന്റ് ഉണ്ടാക്കണമെന്ന് ആവശ്യപ്പെടാൻ വേണ്ടിയിട്ട് ഒരു പ്രകടനമായിട്ട് പോകുമ്പോൾ സുരേഷ് ഗോപി ജനാർദ്ദനും കൂടെ അവർ അറ്റാക്ക് ചെയ്യാൻ വരികയാണെന്ന് പറഞ്ഞ് പോലീസ് ഫോഴ്സിനെ കൊണ്ടുവന്ന് ഇവർ തമ്മിൽ മീറ്റ് ചെയ്തതാണ് ഇമ്പോർട്ടന്റ് ഫാക്ടർ. മെയിൻ ആള് തൊഴിലാളികൾ മീറ്റ് ചെയ്തത്. പോലീസ് വന്ന് തടയും, പ്രകടനമായിട്ട് അകത്ത് പോകാൻ പറ്റത്തില്ല. ഇപ്പൊ പുള്ളിയുടെ പേഴ്സണൽ വസതിയാണല്ലോ. അപ്പൊ മോഹൻലാൽ ഒറ്റയ്ക്ക് അകത്തേക്ക് പോകും. അവിടെയാണ് ഞാൻ നേരത്തെ കണ്ട സീൻ, വൈറൽ സീൻ. ലാലു അകത്തേക്ക് ഇല്ലുമ്പോഴത്തേക്ക് സംസാരിക്കുന്നില്ല, മോഹൻലാലിനെ അകത്തേക്ക് അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വലിച്ചു പിടിക്കുമ്പോഴത്തേക്ക് മോഹൻലാൽ തട്ടി കൈ മാറ്റും. എന്താ പറയുക, ഞാൻ ഈ തൊപ്പിയെ ബഹുമാനിക്കുന്നത് സെയിം സാധനമുണ്ട്. നമ്മൾ കുറെ സിനിമയ്ക്ക് തന്നെ തൊപ്പിയെ ബഹുമാനിക്കുന്നതുകൊണ്ടാണ് പുള്ളി തൊപ്പി ഉരി വെക്കും, മോഹൻലാൽ അടിക്കും, തൂറ്റിക്കും. അടി കഴിയുമ്പോൾ ലാലു സോറി കൊള്ളാളാ അടിപൊളിയാണ്. വേറെ പോലീസുകാർ വരും, പക്ഷെ അറസ്റ്റ് ചെയ്തെന്ന് പറയും. എന്നിട്ട് മോഹൻലാൽ മ്യൂച്വൽ റെസ്പെക്ട് അല്ലേ? മ്യൂച്വൽ റെസ്പെക്ട് ഇല്ല. ആ മെയിൽ ആൽഫ മെയിൽ സാധനം ഉണ്ടല്ലോ രണ്ടുപേരും. അല്ല, അപ്പൊ ശരിക്കും ലാലു ലക്സ് വില്ലനാണോ നല്ലവനാണ്? അതാണ് ഈ ക്യാരക്ടേഴ്സിൽ പല ക്യാരക്ടേഴ്സ്. ഇതിൽ മെയിൻ വില്ലൻ എന്ന് പറയുന്ന സുരേഷ് ഗോപിക്ക് പോയി ഞാൻ പറഞ്ഞത് ഒരു പ്രോപ്പർ ആയിട്ട് ഒരു സാധനം ഉണ്ടെന്നുള്ളതാണ്. അത് ഇതിലങ്ങനെ നമ്മൾ വില്ലൻ ആണെന്നില്ല. ഇത് പറയുമ്പോ സ്വന്തം എത്തിക്സിന് ജീവിക്കുന്ന കുറെ ആൾക്കാർ. ഇതിൽ MG സോമന്റെ ഭാര്യയുടെ ക്യാരക്ടറിനെ സ്റ്റാർട്ടിങ് കാണിക്കുന്ന ഭർത്താവിനെ അനുസരിക്കാത്ത ഒരു സൊസൈറ്റി പരിപാടികളായിട്ട് നടക്കുന്ന സൊസൈറ്റി ലേഡി, എല്ലാവരും കൊച്ചമ്മയായിട്ട് കാണിക്കുന്നത്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ അവരങ്ങനെ ആയതിന് റീസൺ ഉണ്ട്.
അവർക്ക് അവരുടേതായ കാരണങ്ങൾ അതൊക്കെ കാണിക്കുന്നുണ്ട്. അതൊക്കെ കറക്റ്റ് ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ ഇവിടെ ഇവർ തമ്മിൽ പോലീസുകാരന് തമ്മിൽ ഫൈറ്റ് കഴിഞ്ഞപ്പോൾ മ്യൂച്വൽ റെസ്പെക്റ്റിൽ അയാൾ പറയും അറസ്റ്റ് ചെയ്യണമെന്ന് പറയും. മോഹൻലാൽ പോയിട്ട് ജെ ഡി സാബിനെ കണ്ടിട്ട് കൊടുക്കും. ജെ ഡി സാബ് എന്ന് പറഞ്ഞാൽ മറ്റേ കിറ്റി എന്ന ആക്ടറാണ്, രാധാകൃഷ്ണമൂർത്തി. നമ്മൾ തമിഴ് സിനിമയ്ക്കകത്ത് കണ്ടുള്ള മനുഷ്യനാണ്. തമിഴ്, ഹിന്ദി, തെലുങ്കിലൊക്കെയാണ്. മലയാളത്തിൽ ഇതിൽ അയാൾ ഹിന്ദിക്കാരനായിട്ടാണ്. ജെ ഡി സാബ് നോർത്ത് ഇന്ത്യക്കാരനാണ്. എപ്പോഴും ഡൽഹിയിലായിരിക്കും. അയാൾ ഓഫീസിന്റെ ഇടയ്ക്ക് വന്ന് നോക്കുന്ന ഒരു മനുഷ്യനായിട്ടാണ്. അയാൾക്ക് പോയി പ്രകടന പത്രിക കൊടുക്കുമ്പോഴത്തേക്ക് അയാൾ പറയും എന്നെ തെറ്റിദ്ധരിപ്പിച്ചതാ എന്ന് പറഞ്ഞിട്ട് അവര് തമ്മിൽ ഓക്കെ ഞാൻ ഇത് പരിഹരിക്കാം എന്ന് പറയുന്നിടത്ത് അവിടെ ആയിരിക്കും ചിലപ്പോൾ ഇന്റർവെൽ. കാരണം അവിടെ കൈ കൊടുക്കുന്നിടത്ത് അവിടെയാണ് ഇന്റർവെൽ. അവിടെ ഇന്റർവ്യൂ വരുന്നില്ല. അങ്ങോട്ട് പോകുന്നിടത്താണ്. ഇത് 2.5 മണിക്കൂറാണ് യൂട്യൂബിൽ കിടക്കുന്ന പടം. പക്ഷെ ഇതിനകത്ത് നിങ്ങൾ നേരത്തെ പറഞ്ഞ പോയിന്റിൽ നിന്ന് ഇതുവരെ ഉള്ള നടന്നുകൊണ്ടിരിക്കുകയാണ് മോഹൻലാൽ. ജസ്റ്റ് പറഞ്ഞ് തീർത്തിട്ട് അവിടെ ഇന്റർവ്യൂ ഞാൻ ഇവിടം വരെയാണ് ഇന്റർവ്യൂവിൽ പോകുന്നത് ഞാൻ പറഞ്ഞു. ക്യാരക്ടേഴ്സിനെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ട് ഇവരുടെ പ്രശ്നങ്ങളും ഇവരുടെ ബേസിക് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഇഷ്യൂസ് എന്തൊക്കെയാണെന്നും പറഞ്ഞു വെച്ച് കഴിയുന്നതാണ് ഇന്റർവെൽ. അവിടുന്ന് ലാലേട്ടൻ അതിനകത്തേക്ക് ഇറങ്ങി, ഓപ്പൺലി ഇറങ്ങി എന്നുള്ളത് ഇന്റർവെൽ. ഞാൻ ഈ ഫസ്റ്റ് ഹാഫ് പറയുമ്പോൾ എനിക്കറിയാം ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ മിസ്സായിട്ടുണ്ട്. പല ക്യാരക്ടേഴ്സിനെയും കണക്ട് ചെയ്യുന്ന കുറെ സാധനങ്ങളുണ്ട്. അപ്പൊ നമ്മുടെ പ്രോഗ്രാമിന്റെ ഒരു പ്രത്യേകത ഇതാണ്, നമുക്ക് ഈ പ്രോഗ്രാം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഏത് പോയിന്റിൽ വേണമെങ്കിലും നിർത്തിയിട്ട് ആ സിനിമ കാണാൻ പോകാൻ തോന്നുന്നുണ്ടെങ്കിൽ ആ സിനിമ കാണാൻ പോകാം. ബെറ്റർ ഓപ്ഷൻ. അല്ല നിങ്ങൾക്ക് മൊത്തം കാണണമെന്നൊക്കെ കഥ കേട്ടാണ് മൊത്തം കാണാം. നമ്മളിത് മിക്കവാറും എല്ലാ സിനിമയുടെ മൊത്തം കഥ പറയും. സ്പോയിലേഴ്സ് കുറെ ഉണ്ടാവും. ത്രൂ ഔട്ട് കഥ നമ്മൾ പറയും. പക്ഷേ മൊത്തം സ്പോയിലേഴ്സ് ഉണ്ട്. ഈ സിനിമയുടെ പ്രത്യേകതയാണ് ഇതിന്റെ കഥ മൊത്തം കേട്ടാലും, ഞാൻ പറയുന്ന കഥ മൊത്തം കേട്ടാലും നിങ്ങൾക്ക് പോയി കാണുമ്പോൾ ഫ്രഷ് സിനിമ കാണുന്ന ഫീൽ ആയിരിക്കും. കാരണം അത്രത്തോളം ഹാപ്പനിങ്സ് അതിനകത്ത് നടക്കുന്നുണ്ട്. സോ സെക്കൻഡ് ഹാഫ് വരുമ്പോഴത്തേക്കാണെങ്കിൽ ആ ഫാക്ടറി കാരണം നാട്ടുകാർക്ക് കുറെ പ്രശ്നങ്ങളുണ്ട്. വിഷപ്പുക, അതുപോലെ തന്നെ മാലിന്യം പുഴയിലേക്കൊക്കെ തള്ളുന്നതും അങ്ങനെ പ്രശ്നം നാട്ടിൽ ഇറിറ്റേറ്റഡ് ആണ്. അപ്പോൾ ഒരു സീരിയസ് ആയിട്ടുള്ള ചില സമയത്ത് കാഷ്വാലിറ്റീസ് ഉണ്ടാവും. അങ്ങനെ ഒരു കാഷ്വാലിറ്റി ഉണ്ടാകുമ്പോൾ കുറെ ആൾക്കാർ ബോധം കെട്ടി വീഴുകയും വിഷപ്പുക ശ്വസിച്ചിട്ട് അതുപോലെ വെള്ളം കുടിച്ചിട്ടൊക്കെ പ്രശ്നമായിട്ട് വരുമ്പോഴത്തേക്ക് മോഹൻലാലിന്റെ യൂണിയനും ബാക്കിയുള്ള കുറച്ച് സപ്പോർട്ടിങ് യൂണിയൻസ് അതിനകത്ത് ഇടപെടും. അവരാൾക്കാരെ സപ്പോർട്ട് ചെയ്യാനും. ഇപ്പൊ മോഹൻലാൽ പ്രോപ്പർ യൂണിയൻ നേതാവാണ്, ജയിച്ചു. മോഹൻലാലിന്റെ ഒരു യൂണിയൻ അവിടെ ഉണ്ടാവുകയും ആ യൂണിയനെ മാനേജ്മെന്റ് അംഗീകരിക്കുകയും ചെയ്തു. ഓക്കെ. അപ്പൊ പോയി ജെഡി സാബിനെ കണ്ടിട്ട് എന്തായി? അവരുടെ യൂണിയൻ അംഗീകാരം കിട്ടി. പ്രശ്നങ്ങൾക്ക് ഒരു ഇത് സാധനം കൊടുക്കുകയും ചെയ്തു. പുള്ളിക്കാരൻ അത് പരിഗണിക്കാന്ന് പറയുകയും ചെയ്തു. അപ്പൊ ആ സമയത്ത് നാട്ടിലെ ബാക്കി പ്രശ്നങ്ങളാണ്. ഏത് പോയിന്റിലാണ് ഒരു യൂണിയൻ അംഗീകരിക്കപ്പെടുന്നത്? യൂണിയൻ അംഗീകരിക്കുന്ന എനിക്ക് കുറെ ഇത് കാണും. പക്ഷെ അതങ്ങനെ സിനിമയിൽ എക്സ്ക്ലൂസീവ് ആയിട്ട് പറയുന്നില്ല. ബാക്കിയുള്ള മെയിൻ ഓപ്പോസിഷൻ യൂണിയൻ അവർ പറയുന്നതിൽ നിന്നാണ് പുള്ളിയെ യൂണിയൻ അംഗീകരിച്ചു നമുക്ക് മനസ്സിലാകുന്നത്. അയാള് ഇത്ര യൂണിയൻ ഉണ്ടായിട്ട് 13 യൂണിയൻ ഉണ്ടായിട്ട് പുതിയ യൂണിയനായിട്ട് പുതിയൊരുത്തനെ വന്നതിനെ അംഗീകരിച്ചതിൽ അവർക്ക് ഫ്രസ്ട്രേഷൻ ഉണ്ട് എല്ലാ യൂണിയൻകാർക്കും. പക്ഷെ കുറച്ച് യൂണിയൻകാർ ഇയാളുടെ സപ്പോർട്ടാണ്. അതുകൊണ്ട് അവർ തന്നെ അലയൻസും ഉണ്ട്. അപ്പൊ ഇവരെല്ലാം ചേർന്ന് ഈ നാട്ടുകാരെ സഹായിക്കും. കാരണം ഇത് കമ്പനിയുടെ ഭാഗത്തുനിന്ന് തെറ്റുണ്ടെന്ന് ഈ തൊഴിലാളികൾക്ക് അറിയാം. അതുകൊണ്ട് തന്നെ അവർ MG സോമനെ ക്വസ്റ്റ്യൻ ചെയ്യും. അതായത് ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി കമ്പനിക്ക് ശരിക്കും ഫണ്ട് ഉണ്ട്. അതായത് വിഷപ്പുക ഫിൽട്ടർ ചെയ്യാനും അതുപോലെ പുറത്തേക്ക് തള്ളുന്ന മാലിന്യം ട്രീറ്റ് ചെയ്യാൻ ഒരു പ്ലാന്റ് ഉണ്ട്. അതിൽ യൂറിയ ഉപയോഗിച്ച് ഈ പ്ലാന്റിൽ മാലിന്യം ട്രീറ്റ് ചെയ്ത് വിഷം കുറച്ച് വേണം, അല്ലെങ്കിൽ വിഷം കളഞ്ഞിട്ട് വേണം പുറത്തേക്ക് തള്ളാൻ. അത് ചെയ്യാത്തത് ലക്ഷങ്ങളുടെ നഷ്ടം ഉണ്ടാവുന്നുള്ളതുകൊണ്ടാണ്. അത് കമ്പനി പൈസ നോക്കി ആൾക്കാരെ ബുദ്ധിമുട്ടിക്കുന്നില്ല, ഞങ്ങൾ സമരം ചെയ്യുമെന്ന് പറയും. ഈ സമയത്ത് ഇവൻ വളർന്നു വന്നത് നിങ്ങളുടെ കുഴപ്പം കൊണ്ടാണെന്ന് SP ത്രട്ടൺ ചെയ്യും. പഴയ മിനിസ്റ്റർ ഉമ്മറും ക്യാപ്റ്റൻ രാജുവും കൂടെ ചെയ്തത്. കാരണം അവരുടെ യൂണിയൻ ഇപ്പോൾ ഒതുങ്ങിപ്പോയി ഇയാൾ വന്നതോടുകൂടി. അപ്പൊ SP ആണെങ്കിൽ ലാലുവൽസിനെ വിളിച്ചു വരുത്തി അവരുടെ ഫ്രണ്ടിൽ ഷോ കാണിക്കാൻ നോക്കുമ്പോൾ ലാലുവൽസ് ക്യാപ്റ്റൻ രാജുവുമായിട്ട് വഴക്കാവും. ക്യാപ്റ്റൻ രാജു ഔട്ട് സൈഡർ ആണല്ലോ. എന്നെ ഇയാളെ ചോദ്യം ചെയ്യുന്നത് അവർ ഫൈറ്റ് ആകുമ്പോൾ എന്റെ ഗസ്റ്റിനെ അപമാനിച്ചു എന്ന് പറഞ്ഞ് നിന്നെ ഞാൻ പുറത്താക്കും എന്ന് പറയും. അപ്പോൾ എനിക്ക് തൊപ്പി വായ്പില്ലാന്ന് ലാലുവൽസ് ഹീറോയിസം കാണിക്കും. ലാലുവൽസിനെ സസ്പെൻഡ് ചെയ്യും. ഇവിടെ കമ്പനി MG സോമന്റെ അടുത്ത് വന്ന് സമരം ചെയ്യുന്നത്. MG സോമൻ ചെന്ന് അവരുടെ അടുത്ത് പറയും മോഹൻലാൽ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കാൻ പോവുകയാണ്, സമരം ചെയ്ത പ്രശ്നമാണെന്ന് പറയുമ്പോൾ ജനാർദ്ദൻ പറയും മോഹൻലാലിനെ ഡീൽ ചെയ്യാൻ പറയും. അപ്പൊ ഇവള് MG സോമന്റെ മോള് രേഖ ഡോക്ടറാണല്ലോ. പുള്ളിക്കാരി പണ്ട് മോഹൻലാലിനെ കളിക്കൂട്ടുകാരി, അപ്പൊ രണ്ടാമത്തെ നായിക. പക്ഷെ ഇപ്പൊ മൈൻഡ് ചെയ്യത്തില്ല. മോഹൻലാൽ ഇവിടെ വന്നാലും പുള്ളിക്കാരി വലിയ മൈൻഡ് ഇല്ലായിരുന്നു. പക്ഷെ പതുക്കെ പുള്ളിക്കാരി വീണ്ടും തിരിച്ച് ആ ഫ്രണ്ട്ഷിപ്പ് കൂടാൻ വേണ്ടി വരും. മോഹൻലാലിന്റെ വീട്ടിൽ വരും. അവർ തമ്മിൽ സംസാരിച്ചുകൊണ്ട് പുറത്തേക്ക് നടക്കുമ്പോൾ ഒരു കൂട്ടം ആൾക്കാർ ജീപ്പ് കൊണ്ട് അറ്റാക്ക് ചെയ്യും വരും. ആ അറ്റാക്കിൽ മോഹൻലാൽ അവളെ രക്ഷിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് കാർ വേർഡ്സ് ഹീറോയ്ക്ക് എൻട്രി സുരേഷ് ഗോപി വന്നിട്ട് ഇവരെ അറ്റാക്ക് ചെയ്യാൻ വന്നവരെ അടിച്ചു തൂത്തി വിടും. എന്നിട്ട് തക്ക സമയത്ത് ഞാൻ വന്നതുകൊണ്ട് രക്ഷിക്കാൻ പറ്റുന്ന പറയും. എന്നിട്ട് മോഹൻലാലിനെ വിളിച്ച് ഗസ്റ്റ് ഹൗസിലേക്ക് കൊണ്ടുപോകും. മോഹൻലാൽ ഓപ്പൺലി എന്തായിരിക്കും, ഞാൻ ആദ്യം ഒന്ന് പേടിച്ചെങ്കിലും നിങ്ങളുടെ സമയത്തിൽ എൻട്രി കണ്ടപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി, എന്താ എന്നെ കൊണ്ടുള്ള ആവശ്യം എന്നിരിക്കും. അപ്പൊ പറയും ഇപ്പം നിങ്ങളാണ് ഇവിടുത്തെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള യൂണിയൻ നേതാവ്. ശരിക്കും മാനേജ്മെന്റ് എപ്പോഴും ആ യൂണിയനെയാണ് ആവശ്യം. ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അവരുടെ ആവശ്യം പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും തൊഴിലാളികളെ എപ്പോഴും പരിഗണിക്കാത്ത യൂണിയനാണ് അവർക്ക് ആവശ്യം. ഇപ്പൊ സമരം ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അതവരെ ബാധിക്കും മാലിന്യ പ്രശ്നത്തിൽ. അപ്പൊ ചെയ്യാതിരിക്കണം. അതിനുവേണ്ടിയാണ് ഒരു പൈസ കൊടുക്കും. മോഹൻലാലിന് കുറച്ച് പൈസ കൊടുക്കും. മോഹൻലാൽ വാങ്ങിക്കും നൈസായിട്ട്. എന്നിട്ട് മോഹൻലാൽ യൂണിയൻകാരുടെ പോയി കാണും.
എന്നിട്ട് പറയും എനിക്ക് ഇത്ര പൈസ കിട്ടി, ഇവിടെ ഇത്രയും മാലിന്യ പ്രശ്നം ഉണ്ടായിട്ട് ഒരു യൂണിയനും പ്രശ്നത്തിനെതിരെ പ്രതികരിക്കാത്തത്, എല്ലാവർക്കും ഇതുപോലെ പൈസ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ കാര്യം മാത്രം നോക്കി അവർ ആരും മിണ്ടാത്തത്. അപ്പം നമ്മളിപ്പോ ഒറ്റയ്ക്ക് സമരം ചെയ്യാൻ നമ്മൾ ഒറ്റപ്പെട്ടു പോകും. നമ്മുടെ യൂണിയനെ വളർത്തുന്ന പൈസ വേണം, ആ പൈസ ഇതാണ്, ഇവര് നമ്മുടെ ഊറ്റി ഉണ്ടാക്കിയ പൈസ വാങ്ങിച്ച് നമ്മളെ വളർത്തണം. അപ്പൊ ആദ്യം മോഹൻലാലിന് പൈസ വാങ്ങിച്ചതിന് യൂണിയൻകാർ എതിർക്കുമെങ്കിൽ ഈ പ്രോഗ്രാം പറഞ്ഞ അയാപരത്തിന്റെ പൈസ ഏൽപ്പിക്കും, നിങ്ങൾ ചെലവായിക്കോളാൻ പറയും. അപ്പൊ വേണ്ട, നീ തന്നെ അത് വേണ്ട വിധത്തിൽ ചെലവഴിച്ചാൽ മതി എന്ന് പറയും. ഇവിടെ വന്നിട്ട് മോഹൻലാൽ ഡബിൾ ഗെയിം കളിക്കും. മോഹൻലാൽ മനസ്സിലായി ഇവന്മാരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും അടിപ്പിച്ചാലേ പറ്റുന്നത്. എന്നിട്ട് മോഹൻലാല് ബാക്കി സുരേഷ് ഗോപിയുമായിട്ട് ഡീലിങ്സ് ആയി മാനേജ്മെന്റിന്റെ കൂടെ നിൽക്കാന്ന് പറയും. എന്നിട്ട് മോഹൻലാല് യൂണിയൻകാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി അവിടെ ക്യാൻറ്റീനിൽ ക്രമക്കേടുണ്ടായിരുന്നു. ക്യാൻറ്റീൻ കരാർ എടുത്തിട്ട് യൂണിയൻകാർക്ക് ഈ പറയുന്ന ബഡ്ജറ്റ് അവർക്ക് പൈസ കൊടുക്കും ഫാക്ടറിയിൽ നിന്ന്. ഈ സബ്സിഡിയിൽ ഫുഡ് കൊടുക്കാൻ വേണ്ടി ഫാക്ടറിക്ക് പൈസ കിട്ടും. ആ പൈസയൊക്കെ യൂണിയൻകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. കാരണം അവന്മാരാണ് ഇത് കൺട്രോൾ ചെയ്യുന്നത്. അപ്പം നടത്തിപ്പോയാൽ നല്ല ഫുഡ് കൊടുക്കാൻ പറ്റത്തില്ല. ഇവരത് ക്യാൻറ്റീനെ കൺട്രോൾ എടുത്തിട്ട് ഇനി ആർക്കും പൈസ കൊടുക്കണം, ഫുഡ് നന്നായിട്ട് കൊടുക്കണം എന്ന് പറയും. അതുപോലെ കോമ്പൗണ്ടിനകത്ത് ഒരു വാറ്റ് കേന്ദ്ര പ്രൈവറ്റ് അത് ക്യാപ്റ്റൻ രാജുവിന്റെ ഗുണ്ടകൾ നടത്തുന്നു. അത് അടിച്ച് അമ്മമാരെല്ലാം ഒതുക്കി വിടും, അത് നിർത്തലാക്കും. അങ്ങനെ മൊത്തത്തിൽ പുള്ളി കൺട്രോൾ പിടിച്ചു വരും. അപ്പൊ ക്യാപ്റ്റൻ രാജു ഇത് അറിഞ്ഞിട്ട് നേരെ ആക്രമിക്കാൻ പോകുമ്പോഴത്തേക്ക് എക്സ് മിനിസ്റ്റർ പറയും, ഇപ്പൊ നമുക്ക് ശക്തി കുറവാണ്, ഇപ്പൊ പോയി അടിച്ച് നമ്മൾ തോറ്റു, നമ്മുടെ തൊഴിലാളി യൂണിയൻ വീക്കാണ്. ഞാൻ മിനിസ്റ്റർ ലെവലിൽ ഈ പ്രശ്നങ്ങൾ അകത്ത് നടക്കുന്ന പ്രശ്നങ്ങൾ അറിയുന്നുണ്ട്. അവിടെ മിനിസ്റ്റർ ഒരു മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്, അതിന് ഞാൻ പോയിട്ട് കാര്യങ്ങൾ പറഞ്ഞ് പ്രശ്നം സോൾവ് ആക്കാം എന്ന് പറഞ്ഞു പോയി. ഒരു മീറ്റിംഗ് ചെല്ലുമ്പോൾ മീറ്റിംഗ് സ്ഥലത്ത് എക്സ് മിനിസ്റ്ററിനെ പുറത്ത് വെയിറ്റ് ചെയ്യും, ഉമ്മർ പുറത്ത് വെയിറ്റ് ചെയ്യും, അകത്ത് മീറ്റിംഗ് നടക്കുന്ന പറയും. അകത്ത് മീറ്റിംഗ് നടക്കുന്ന മോഹൻലാൽ ഉർവശിയും മിനിസ്റ്ററുമായിട്ടാണ്. കാരണം വളർന്നു വരുന്ന ഒരു വലിയ യൂണിയൻ ലീഡർ എന്നുള്ള രീതിയിൽ അയാൾക്ക് റെസ്പെക്ട് മന്ത്രി കൊടുക്കുന്നുണ്ട്. ഇവർ കുറെ ആവശ്യങ്ങൾ പറയും, കുഴിയുള്ള പ്രശ്നങ്ങൾ പറയും. അപ്പൊ അതൊക്കെ പരിഹരിക്കാൻ സമയം വേണമെന്ന് പറയും. അപ്പം മന്ത്രി പോകുന്നതിന് ഞാൻ പറഞ്ഞ ഒരു കാര്യം അത് അത്യാവശ്യമായിട്ട് ചെയ്യണം, ബാക്കിയുള്ളത് ചെയ്യുന്നതിനൊക്കെ മുന്നേ ചെയ്യണം. മന്ത്രി അത് സമ്മതിക്കും. പുറത്തേക്ക് പോകുമ്പോൾ എക്സ് മിനിസ്റ്റർ കാണാൻ വരുമ്പോൾ അയാൾ ഞാൻ തിരക്കില്ലാന്ന് വെച്ച് പോകും. അപ്പൊ തന്നെ അവിടെ നിന്ന് എല്ലാവരും ഇങ്ങനെ വെച്ചിൽ കയറി വളർന്നുകൊണ്ടിരിക്കും. അപ്പൊ അവർക്ക് മനസ്സിലായി ഇയാൾ പവർഫുൾ ആയിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ മോഹൻലാൽ ചോദിച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ ലാൽ ജോസിന് സസ്പെൻഷൻ ക്യാൻസൽ ചെയ്യണം എന്നുള്ളത്. അപ്പൊ ലാൽ ജോസ് തിരിച്ചു മോഹൻലാലിനെ കാണുമ്പോൾ നിങ്ങളെ എനിക്ക് ആദ്യം തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു, നിങ്ങൾ കാരണം എനിക്ക് വീട്ടിൽ നിന്ന് മനസ്സിലായി, ഞാൻ ഇനി അങ്ങനെ ആൾക്കാരെ ഇരിക്കുന്നതൊക്കെ ഞാൻ നിർത്തുക, ഞാനും ഇതുപോലെ നല്ലതാണെന്ന് വിചാരിച്ച് വന്നതാ, പക്ഷെ ഇവിടുത്തെ സിസ്റ്റം കാരണം ഞാനിങ്ങനെ അതുപോലെ ഇനി നിങ്ങൾ ഇരിക്കണം, എനിക്ക് വേണ്ടി ഇരിക്കണം. അങ്ങനെ മോഹൻലാൽ പോലീസിനെ മോഹൻലാലിന്റെ കയ്യിലാക്കി. എന്നിട്ട് പുള്ളി അവിടുന്ന് ആ സമയത്ത് ബാക്ക്ഗ്രൗണ്ടിൽ കുറെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതായത് സുരേഷ് ഗോപി മറ്റേ പെണ്ണിനെ പ്രഗ്നന്റ് ആക്കി, അവളുടെ അടുത്ത് ആദ്യത്തെ രേഖ പറയുന്നുണ്ട്, എടി പോകരുത്, നിനക്ക് നിങ്ങൾക്ക് ഫ്രസ്ട്രേഷനാ, നിങ്ങൾ കൊതിക്കറുവാ, നിങ്ങൾ ആഗ്രഹിച്ച പയ്യനെ കിട്ടാത്തതിന്റെ എനിക്ക് കിട്ടിയതിന്റെ വിഷമാന്നുള്ള രീതിയിൽ അവൾ അതിനെ കാണുന്നു. അപ്പൊ ആ പറഞ്ഞാൽ അവർക്കും തിരിച്ചറിവുണ്ടായി, അവൾ പ്രഗ്നന്റ് ആയി, സുരേഷ് ഗോപി ഒഴിവാക്കാൻ പോകുന്നു മനസ്സിലായി. അപ്പം ഇവള് പോയി അവിടെ സുരേഷ് ഗോപിയുടെ കല്യാണം മുടക്കാൻ നോക്കും. സുരേഷ് ഗോപിയുടെ അമ്മാവന്റെ മോളോട് പറയും. അപ്പൊ അവള് പ്രശ്നം ഉണ്ടാക്കി നിൽക്കുക. അമ്മാവന് പ്രശ്നമൊന്നുമില്ല. അമ്മാവൻ പറയുന്നത് ആര് പ്രശ്നം ഉണ്ടാക്കാൻ വന്നിട്ട് നമുക്ക് നടത്താന്നുള്ള മോഡാണ്. അപ്പൊ അവളെ ഇനി ഒതുക്കണം. ഇവിടെ മോഹൻലാലിന്റെ അനിയത്തിക്ക് ആ ഷാനവാസ് എന്ന് പറഞ്ഞ ക്യാരക്ടർ ഷാനവാസിനായിട്ട് ഇഷ്ടമുണ്ട്. ഷാനവാസ് നസീറിന്റെ മോനാണ് ഷാനവാസ്. പുള്ളി പ്രസാദ് എന്നൊരു ക്യാരക്ടർ ചെയ്യുന്നത്. പ്രസാദിന്റെ അച്ഛനാണ് ബാലൻ കെ നായർ. മോഹൻലാലിന്റെ അച്ഛനുമായിട്ട് പ്രശ്നം ഉണ്ടാവാൻ അല്ലെങ്കിൽ നമ്മളെ അങ്ങനെ നിർത്തിയ ആള്. പക്ഷെ അയാൾ വന്ന് പറയുന്നുണ്ട്, ഞാനല്ല ഈ പ്രശ്നത്തിൽ കുറ്റക്കാരൻ, നിങ്ങളുടെ അച്ഛനെ കൊന്ന കേസിൽ ഞാൻ നിരപരാധിയാണ്, പുള്ളിക്കാരൻ സുകുമാരിയോട് പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ ഇവർ തമ്മിൽ കല്യാണം സെറ്റാവുന്ന സമയത്ത് മോഹൻലാലിന്റെ അനിയത്തിയുടെ കല്യാണം ആ ട്രേഡ് യൂണിയൻ ആളുമായിട്ട് സെറ്റാവുന്നു. സുരേഷ് ഗോപിയുടെ കല്യാണം അവിടെ മുടക്കാൻ മറ്റേ ട്രൈ ചെയ്യുന്നു. ഈ സമയത്ത് ഷേഖു തിരിച്ച് ഇത് പിടിക്കാൻ വേണ്ടി നോക്കും. അതായത് വാറ്റ് കേന്ദ്രം വീണ്ടും തിരിച്ചു പിടിക്കാൻ വേണ്ടി അയാൾ വന്നു. അയാൾ നേരിട്ട് ഇടപെട്ട് വാറ്റ് കേന്ദ്രം വീണ്ടും തുടങ്ങാൻ വേണ്ടി ആരുടെ ധൈര്യം ചോദിക്കാന്ന് പറയും. മോഹൻലാൽ അയാളോട് സൂപ്പർ ഫൈറ്റ് അത് നല്ല ഫൈറ്റ്സ് ഒക്കെയാണ്, അത്യാവശ്യം നല്ല ഫൈറ്റ്. മോഹൻലാലിന്റെ ഫ്ലെക്സിബിലിറ്റിയുടെ പീക്ക് ടൈമാണ്, നല്ല കൊറിയോഗ്രാഫി അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഫൈറ്റിനിടയ്ക്ക് അവസാനം പോലീസ് വരുമ്പോൾ മോഹൻലാൽ പറയും, ഞങ്ങൾ തമ്മിൽ ആണുങ്ങൾ തമ്മിലായിട്ട് പോലീസ് അറസ്റ്റ് ചെയ്തെന്ന് പറയും. എന്നിട്ട് പിറ്റേ ദിവസം മോഹൻലാൽ ക്യാപ്റ്റൻ രാജുവിന്റെ പുള്ളിയുടെ വീട്ടിൽ പോയി കാണും. എന്നിട്ട് പുള്ളിയുമായിട്ട് അലയൻസ് ഫോം ചെയ്യും. മാനേജ്മെന്റിന് എപ്പോഴും ആവശ്യം തൊഴിലാളികൾ തമ്മിൽ തരുന്ന, തൊഴിലാളികൾ ഒന്നിച്ച് നിന്നാലേ ഇപ്പൊ ഇന്നലെ നിങ്ങളെ കളഞ്ഞു, ഇന്ന് എന്നെ അവർ പിടിച്ചു, നാളെ എന്നെ അവർ കളയും, പുതിയ ആളിനെ പിടിക്കും. അവരുടെ യൂണിയൻ പ്രവർത്തനങ്ങൾ അങ്ങനെ യൂണിയൻ മൊത്തത്തിൽ യൂണിയന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഉപയോഗിച്ചു ഒരു കൂട്ടം ആൾക്കാരാണല്ലോ. അപ്പൊ അതിനെന്തായാലും ഫണ്ട് ആവശ്യമുണ്ടെന്നുള്ള രീതിയിൽ അതിനെ എടുക്കുന്നത്. ക്യാപ്റ്റൻ രാജുവിനെ കണ്ടിട്ട് അവരുമായിട്ട് അലയൻസ് ഫോം ചെയ്യും. നമ്മുടെ മാനേജർ എന്നെ ഇന്ന് കൂടെ പിടിച്ച് നിർത്താൻ നോക്കുന്നുണ്ട്, പക്ഷെ എനിക്കറിയാം നിങ്ങളെ അവർ തഴഞ്ഞാണ്, ഇതുപോലെ എന്നെയും തഴയും, പക്ഷെ നമ്മൾ എന്ന് ഒന്നിച്ച് നിൽക്കണമെന്ന് പറഞ്ഞിട്ട് അവർ തമ്മിൽ അലയൻസ് ഫോം ചെയ്യും. എന്നിട്ട് പുള്ളിയാണെങ്കിൽ ഈ പ്രശ്നം
മാലിന്യ പ്രശ്നത്തിൽ സമരം ചെയ്യാനുള്ള ഉത്തരവാദിത്വം ആ യൂണിയൻ ഏൽപ്പിക്കും. ആ യൂണിയൻ ഇപ്പൊ തെറ്റി നിൽക്കാണല്ലോ മാനേജ്മെന്റുമായിട്ട്. ക്യാപ്റ്റൻ രാജേന്ദ്രൻ പറയും മാലിന്യ പ്രശ്നം നിങ്ങൾ ഇറക്കണം, എന്നിട്ട് എക്സ് മിനിസ്റ്റർ ഉണ്ണിത്താനെയും കാണിക്കുക, ഉമ്മറുമായിട്ട് മീറ്റ് ചെയ്യും, എന്നിട്ട് ഇവരുടെ സൈഡാണ് മോഹൻലാലിനെ ബോധ്യപ്പെടുത്തുന്നത്. എന്നിട്ട് പറയും നിങ്ങൾ അയാൾ ജനാർദ്ദൻ എക്സ് വൈസ് പ്രസിഡന്റ് വരുന്ന സമയത്ത് അയാളെ വഴി തടഞ്ഞിട്ട് മലിനജലം അയാളെ കൊണ്ട് കുടിപ്പിക്കണം. അപ്പോഴേ അയാൾക്ക് മനസ്സിലാവത്തുള്ളൂ. അതാണ് നമ്മുടെ സമര രീതി. അപ്പൊ ആൾക്കാർ അറിയുന്നത്. എന്നിട്ട് ലാലുവേസ് ഇൻഫർമേഷൻ കൊടുക്കും, ഇങ്ങനെ വൈസ് പ്രസിഡന്റിനെ തടഞ്ഞു നിർത്തിയിട്ട് ഇവര് ഗരാവ് ചെയ്യാൻ പോകുന്നത്. പക്ഷെ അയാൾ അതിന് അർഹനാണ്, അതുകൊണ്ട് ഇവർ ഗരാവ് ചെയ്ത് കഴിഞ്ഞിട്ടേ പോലീസ് വരാവുള്ളൂ പറയും. എന്നിട്ട് ക്യാപ്റ്റൻ രാജുവിന്റെ നേതൃത്വത്തിൽ ഇവർ വന്ന് ജനാർദ്ദനെ തടയും, അയാളെ വെള്ളം കുടിപ്പിക്കും. സുരേഷ് ഗോപി വരും, അടിയാവും. അപ്പോഴത്തേക്ക് പോലീസ് വരും. പോലീസ് വന്നിട്ട് ക്യാപ്റ്റൻ രാജുവിനെ കൊണ്ടുള്ള മൊത്തം അറസ്റ്റ് ചെയ്യും. അറസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് മിനിസ്റ്റർ അവരെ വെടിവെക്കാൻ വേണ്ടി വരും. മിനിസ്റ്റർ വെടിവെക്കാനോ? വെടിവെക്കാൻ വേണ്ടി പുറത്തേക്ക് വിടാൻ വേണ്ടി എക്സ് മിനിസ്റ്ററാ. പുള്ളിക്ക് ഇത്തിരി പവർ കുറവായി. അപ്പൊ പുള്ളി വന്നിട്ട് പറയും എന്റെ ആൾക്കാരെയൊക്കെ വിടണമെന്ന് പറയും. അപ്പൊ പുള്ളിയുടെ മോനും ഈ കൂട്ടത്തിലുണ്ട്. പുള്ളിയുടെ മോനാണ് ശരിക്കും റബ്ബർ സ്റ്റാമ്പ് പ്രസിഡന്റ് യൂണിയന്റെ, ജഗതി. ആ കാര്യത്തിൽ ജഗതി ഭയങ്കര പൊട്ടനെ പോലെ. ജഗതി ബുള്ളറ്റ് പ്രൂഫ് വെസ്റ്റ് റോഡിൽ നടക്കുന്നത്. 2 ബ്ലാക്ക് ക്യാറ്റ് തോന്നി വീട്ടിലെ തോട്ടക്കാരനെയും കുക്കിനെയും കൊണ്ട് നടക്കും. പുള്ളിക്ക് എപ്പോഴും അറ്റാക്ക് വരാന്നൊക്കെ പുള്ളി പറഞ്ഞു. രാഷ്ട്രീയം ഭയങ്കര ഡേഞ്ചറാണ്. പക്ഷെ പുള്ളി ഒരു നല്ല നേതാവല്ല, അച്ഛനെ പോലും നല്ല നേതാവല്ല. പക്ഷെ അച്ഛന്റെ പേരിൽ പുള്ളി യൂണിയൻ പ്രസിഡന്റ് ആയിട്ട് നിർത്തിയിട്ട് അതിന്റെ പുറകെ ക്യാപ്റ്റൻ രാജുവാണ് കളികൾ മൊത്തം കളിക്കുന്നത്. അപ്പൊ ഇവരെ രണ്ടുപേരെ അറസ്റ്റ് ചെയ്ത് അവരുടെ പാർട്ടിക്കാരെ അറസ്റ്റ് ചെയ്ത് അകത്ത് വെച്ചേക്കും. അപ്പം ഉമ്മർ നേരിട്ട് വരും, എക്സ് മിനിസ്റ്റർ വന്നിട്ട് പറയും ലാലുവേസ് സാറ് പറഞ്ഞാൽ എനിക്ക് വിടാവുന്നേ ഉള്ളൂ, പക്ഷേ ഈ കേസ് ഭയങ്കര പ്രശ്നമാണ്, മുകളിൽ നിന്ന് ഭയങ്കര ശക്തമായ ഓർഡറുണ്ട്, ഒരു കാര്യം വിടരുത്, നല്ല അടി കൊടുക്കണമെന്നാണ് പറഞ്ഞേക്കുന്നത്, പക്ഷേ സാറിന്റെ മോനാടിയൊന്നും ചെയ്യത്തില്ല, എനിക്ക് അത്രേ ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ മോഹൻലാൽ വരും. മോഹൻലാൽ അവരെ വിടണമെന്ന് ലെറ്റർ ഇങ്ങനെ കൊടുക്കും. അപ്പൊ ലാലുവേസ് ലെറ്റർ മറിച്ചു ഇങ്ങോട്ട് ഇത്രയും വലിയ ലെറ്റർ വന്നു, ശരിക്കും ബ്ലാങ്ക് പേപ്പർ. അപ്പൊ ലാലുവേസ് പറയും നിങ്ങൾ പറഞ്ഞിട്ട് വിടാത്ത ആളെ ഇയാള് പറഞ്ഞ ലെറ്റർ കൊണ്ട് ഞാൻ വിടുകയെന്ന് പറഞ്ഞു ക്യാപ്റ്റൻ രാജുവിനെയും കൂട്ടിനെ പുറത്തു വിടും. അപ്പൊ വീണ്ടും കൺഫേം ആയി അവരുടെ ഇടയിൽ ആ അലയൻസ് ഭയങ്കര പക്കായി. മൊത്തത്തിൽ പറഞ്ഞ ലാലേട്ടൻ ഇപ്പൊ എല്ലാവരുമായിട്ടും നല്ല ബന്ധത്തിലാണ്. എല്ലാരെയും വെച്ചിട്ട് പുള്ളി ഗെയിം കളിച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഇവരോട് പറയും നമുക്ക് കമ്പനിയെ തകർക്കണം. അപ്പൊ ഈ നിങ്ങളുടെ ക്യാപ്റ്റൻ രാജുവിന്റെ ഗ്രൂപ്പിന്റെ സപ്പോർട്ടോടുകൂടിയാണ് ഇയാൾ ലക്ഷ്മി ഫാക്ടറി ഓപ്പൺ ചെയ്ത് ഇപ്പുറത്ത്. അപ്പൊ അത് നിങ്ങൾ പുറത്ത് പറയണം, പുറത്ത് പറഞ്ഞാൽ നമുക്ക് അവരെ ഒതുക്കാന്ന് പറയും. അപ്പൊ അത് പറഞ്ഞാൽ ഞങ്ങൾ പെടും. മോഹൻലാലിക്ക് അവരെ കൊടുക്കാൻ നോക്കി. അപ്പൊ അവർക്ക് മനസ്സിലായി അത് പറഞ്ഞാൽ ഞങ്ങൾ പെടും. കാരണം അത് പണ്ട് ചെയ്തതിനകത്ത് എല്ലാവരും കൂട്ടുപ്രതികളാവും. അപ്പൊ ഇപ്പൊ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത് നമുക്ക് ഇപ്പോഴത്തെ കേസ് പിടിപ്പിക്കാൻ, ഇപ്പോഴും ഇങ്ങനെ നടക്കുന്ന കേസുകൾ പിടിപ്പിക്കാന്ന് പറയും. ഇപ്പൊ അവരെല്ലാം സപ്പോർട്ട് ചെയ്യുന്നത് സുരേഷ് ഗോപി നേരിട്ട് ഓർഗനൈസ് ചെയ്യുന്നത്. അങ്ങനെ അവരെ ഒറ്റ കൊടുത്തിട്ട് രശ്മിയിലേക്ക്, ഈ ഭാരത് പൾസിൽ നിന്ന് രശ്മിയിലേക്ക് സാധനങ്ങൾ കൊണ്ടുപോകുന്നത് ലാലുവേസ് ഒന്ന് പിടിക്കും. അപ്പോ സുരേഷ് ഗോപി മോഹൻലാലിനെ കാണാൻ വരും. എന്നിട്ട് പറയും ഞാൻ എന്റെ അച്ഛനെ ഉപദ്രവിച്ചവരെ അറസ്റ്റ് ചെയ്യിച്ചവരെ നീ അവന്റെ ജാമ്യം എടുത്തായിരിക്കും. അപ്പൊ പറയും എനിക്ക് ഹോൾഡ് ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയും പിന്നെ അവര് നമ്മുടെ പഴയ രഹസ്യങ്ങൾ അറിയാവുന്നതല്ലേ, അത് പറഞ്ഞാൽ പ്രശ്നമല്ലേ. അതുകൊണ്ട് ഈ രശ്മി ഫാക്ടറിയിലേക്കുള്ള സാധനങ്ങളൊക്കെ പിടിച്ച് ഇതിന്റെ ബേസിലായിരിക്കും. ഇവര് ഇനിയും കയ്യിലിരുന്ന പ്രശ്നം ഉള്ളതുകൊണ്ട് ഞാൻ ജയിലിൽ നിന്ന് അവരെ വിടിയിച്ചെന്ന് പറയും. സുരേഷ് ഗോപിക്ക് എന്താ പ്രശ്നം? സുരേഷ് ഗോപി സാധനം പിടിച്ചില്ല, അത് ഞാൻ വിട്ടുതരാം. എന്നിട്ട് പറഞ്ഞിട്ട് ഈ സാധനം തിരിച്ചു വിട്ടുകൊടുക്കും. അത് ശരിക്കും പറഞ്ഞാൽ എല്ലാവരുമായിട്ടും നല്ല ടൈംസ്, എല്ലാവരെയും ഭയങ്കര സാറ്റിസ്ഫൈ ചെയ്ത് നിർത്തുകയാണ്. പുള്ളിയെ ഗെയിം കളിച്ച് മൊത്തം പിടിച്ച് വിൻ ചെയ്ത് നിൽക്കുകയാണ്. ഈ സമയത്ത് സുരേഷ് ഗോപി മറ്റേയാളെ കൊല്ലും. സുരേഷ് ഗോപി പ്രഗ്നന്റ് ആക്കിയ ഉർവശി അനിയത്തി അവര് കല്യാണം കഴിക്കണല്ലോ SP യുടെ മോളെ. അപ്പൊ ആ പ്രശ്നം നടക്കുന്ന സമയത്ത് മോഹൻലാല് ഉർവശിയുടെ അനിയത്തി. അപ്പൊ മോഹൻലാല് മറ്റേ ബാലൻ കെ നായരുടെ, മോഹൻലാലിന് അപ്പോഴും അറിയത്തില്ല ആരാ കൊന്നതെന്നുള്ളത്. മോഹൻലാല് ബാലൻ കെ നായരുടെ അടുത്ത് സംസാരിച്ചിട്ട് ആരാ കൊന്നതെന്ന് അറിയാൻ ശ്രമിക്കും. ഇതിനിടയ്ക്ക് വിട്ടു വേറൊരു കാര്യമുണ്ട്. ഇതിനിടയ്ക്ക് രേഖ ഈ കാര്യം പോയി സുരേഷ് ഗോപി കൺഫ്രണ്ട് ചെയ്യുമല്ലോ, നീ ഇവളെ കൊന്നിട്ട് രക്ഷപ്പെടാമെന്ന് വിചാരിക്കേണ്ട, എനിക്ക് മനസ്സിലാവും ഇതിന്റെ പുറകിലെ കളി എന്താണെന്ന് കൺഫ്രണ്ട് ചെയ്യുമ്പോഴത്തേക്ക് വണ്ടി ഇടിച്ച വന്നത്. പക്ഷെ ഈ കേസ് രേഖയ്ക്ക് മാത്രം അറിയത്തില്ല ഇവള് പ്രഗ്നന്റ് ആണെന്നുള്ളതും സുരേഷ് ഗോപി ചർച്ചയാണെന്നും സുരേഷ് ഗോപി അറിയത്തില്ല. അപ്പോ സുരേഷ് ഗോപി പറയും നീ ആദ്യം പോയി നിന്റെ കാര്യം നോക്ക്, ഞാൻ എന്റെ കൂടെ വന്ന പെണ്ണുങ്ങളെ എങ്ങനെ നോക്കുന്നത് എനിക്കറിയാം, ഞാൻ നിന്റെ അടുത്ത് ഫ്രണ്ടായിട്ട് നിന്നെ ഉപദ്രവിക്കായിരുന്നത് നീ എന്റെ സഹോദരിയാണെന്ന് എനിക്ക് സംശയം ഉള്ളത് കൊണ്ടാന്ന് പറഞ്ഞിട്ട് ഇവളെ ഇൻസൾട്ട് ചെയ്യും. നിന്റെ അമ്മയെ നിന്റെ അച്ഛൻ കൂട്ടിക്കൊടുത്ത കഥ എന്ന് പറഞ്ഞിട്ട് അവളെ അടിച്ച് തകർത്ത് കളി. അപ്പൊ ഉണ്ണിമേരി ഇത്രയും നാൾ പറഞ്ഞിരുന്ന കാര്യങ്ങളുണ്ടല്ലോ, ജനാർദ്ദനെ സൂക്ഷിക്കണം, സുരേഷ് ഗോപി ജനാർദ്ദന്റെ മോനാണ് എന്ന് പറഞ്ഞ് ഞാൻ പലർക്കും നന്ദി കാണിച്ചിട്ടുണ്ടെന്ന് എന്നെ സമയത്ത് പറയുന്നത് ശരിക്കും ഒരു സാധാരണ സ്റ്റാഫായിട്ട് ഇയാൾ ചീഫ് എഞ്ചിനീയർ ആയി ഇയാളുടെ ഭാര്യയെ കൂട്ടി കൊടുത്തിട്ടാണ് ഇയാൾ ഇത്ര പൊസിഷനിലേക്ക് എത്തിയത്. അതിന്റെ ഫ്രസ്ട്രേഷനിലാണ് അവർ ഇയാളെ അനുസരിക്കാത്തത്. ഇപ്പം പവറായപ്പോ ഇയാളെ അനുസരിക്കാത്തത്. അപ്പൊ അമ്മയും മോളും തമ്മിൽ പറഞ്ഞ് ഇതാവുമ്പോ രേഖ വീട്ടിൽ നിന്ന് അച്ഛനായിട്ട് വഴക്കുണ്ടാക്കി കരഞ്ഞോട്ട് ഇറങ്ങിപ്പോകും.
മോഹൻലാലിന്റെ അടുത്തേക്ക് പോകും. അപ്പൊ മോഹൻലാൽ ശരിക്കും മോഹൻലാലിന്റെ ലവ് ഇൻട്രസ്റ്റ് രേഖയാണെന്ന് അവളെ വിളിയാക്കും. ഉർവശി സെക്കൻഡ് ആണെന്ന് അപ്പൊ നമുക്ക് മനസ്സിലാവും. ലാലേട്ടൻ അവളെ വിളിച്ചോണ്ട് നിനക്ക് ഞാനുണ്ടെന്ന് വിളിച്ചോണ്ട് അവളെ വീട്ടിലേക്ക് കൊണ്ടുപോകും. എന്നിട്ട് സോമൻ വരുമ്പോ സോമനെ കൺവിൻസ് ചെയ്യിക്കും. അതായത് ഇത്രയും നാൾ ഇവരുടെ പല പ്രശ്നങ്ങൾക്ക് പ്രവർത്തികൾ കൂട്ടുന്ന സോമനാണല്ലോ. സോമൻ ഈ കാര്യങ്ങൾ JD സാറിന്റെ അടുത്ത് റിപ്പോർട്ട് ചെയ്ത് അവരെ ഒതുക്കാമെന്ന് പറയും. ഞാൻ പറഞ്ഞത് എനിക്ക് തന്നെ ഇത് കഥ പറഞ്ഞ് തെറ്റിപ്പോന്നുള്ളത്. കാരണം ഞാൻ തന്നെ പല പ്ലോട്ടുകൾ എവിടെ ആലോചിച്ച് ഇതൊക്കെ എവിടെ നടന്നു ആലോചിച്ചോണ്ടിരിക്കുക. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞു നിർത്തിയ സാധനം, മോഹൻലാല് ബാലങ്കേ നായരെ കണ്ട് അവന്റെ അച്ഛനെ ആരാ കൊന്നെന്ന് അന്വേഷിക്കും. അല്ലെങ്കിൽ അയാൾക്ക് അറിയാവുന്ന ഒരു കഥ അയാൾ പറയും. അതായത് പണ്ട് ഇവരുടെ ഫാക്ടറിയുടെ ഫ്രണ്ടിൽ ഒരു കുട്ടിയാലി സ്ക്വയർ എന്ന സ്ഥലമുണ്ട്. അവിടെ കുട്ടിയാലി എന്ന് പറഞ്ഞ ഒരാളെ വെട്ടിക്കൊന്നിട്ടുണ്ട്. അപ്പൊ അന്നത്തെ ആ പ്രശ്നത്തിലാണ് ഇയാൾ മരിച്ചെന്ന് മാത്രമേ നമ്മളോട് ഇത് റിവീൽ ചെയ്തിട്ടുള്ളൂ. അപ്പൊ ഇയാൾ പറയും അന്നത്തെ പ്രശ്നത്തിൽ ഫാക്ടറിക്കെതിരെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ള സമയത്ത് സെക്യൂരിറ്റി ഓഫീസർ ഫാക്ടറിക്കെതിരെ തിരിയും, ജനാർദ്ദനും എതിരെ തിരിയാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇയാൾ ക്രമക്കേടുകൾ കണ്ടുപിടിക്കുമെന്നായപ്പോൾ ഈ പ്രശ്നം നടന്നതിൽ കുട്ടിയാലിയെ കൊന്നതിന് മുസ്ലിങ്ങളുടെ യൂണിയൻ എല്ലാം കൂടി ഇടപെട്ട് ഒരു കലാപം പോലെ സംഘടിപ്പിക്കുക. അവിടേക്ക് സെക്യൂരിറ്റി ഓഫീസറിനെ എത്തിച്ച് കൊന്നത് ഷേഖുവും മറ്റേ ഭീമൻഡോക്കും ചേർന്ന, ക്യാപ്റ്റൻ രാജുവും ഭീമൻഡോക്കും ചേർന്ന, അത്ര എനിക്കറിയത്തുള്ളൂ എന്ന് ബാലങ്കേ നായർ പറയും. ഓക്കെ. അപ്പൊ ഇവിടെ ബാലങ്കേ നായർ ഓൾറെഡി ഇവരുടെ പുള്ളിക്കാരനല്ല, ഇന്നസെന്റ് ആണെന്ന് പുള്ളി ഓൾറെഡി പറഞ്ഞു വെച്ചിട്ടുണ്ട്. ആരാന്നുള്ളത് അയാൾ പറയാതെ വിട്ടിരുന്നത് ഇവിടെ ഫില്ല് ചെയ്ത് ചേർക്കും. അപ്പം മോഹൻലാലിന് മനസ്സിലാകും ഭീമൻഡോക്കുവിനെ പിടിച്ചാൽ കിട്ടുന്നത്. അങ്ങനെ ഭീമൻഡോക്കുവിനെ മോഹൻലാൽ ലാലേട്ടൻ ചേർന്ന് പിടിക്കും. പിടിച്ചു കഴിയുമ്പം അയാൾ പറയും എന്നെ ഷേഖു ചെയ്ത് നിർബന്ധിച്ച് ചെയ്യിച്ചതാണ്. അപ്പൊ ഈ കേസിൽ ഷേഖു ആണ് മെയിൻ പ്രതി, ഞാൻ വേണമെങ്കിൽ സാക്ഷി പറയാന്ന് പറയും. അപ്പൊ അങ്ങനെ സമ്മതിക്കും ഇവരുടെ കൂടെ നിന്നിട്ട് ക്യാപ്റ്റൻ രാജുവിനെതിരെ. കാരണം ലാലു ലക്സ് വന്നിട്ട് ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ മോഹൻലാലിനോട് ചെയ്യുമ്പോൾ ഭീമൻഡോക്കുവിനെ പഴയ കുത്തുകേസിൽ പിടിക്കാൻ നോക്കും. ഓക്കെ. അപ്പൊ ഭീമൻഡോക്ക് ക്യാപ്റ്റനെ സഹായം ചെയ്യുമ്പോൾ അയാൾക്കൊന്നും ചെയ്യാനില്ല. അപ്പൊ അയാൾ തട്ടിവിടും. അപ്പൊ അവർ തമ്മിൽ തെറ്റും. ആ പ്രശ്നത്തില് അപ്പൊ ഭീമൻഡോക്ക് പറയും ക്യാപ്റ്റൻ രാജുവിനെതിരെ മൊഴി കൊടുക്കാം. ക്യാപ്റ്റൻ രാജുവാണ് മോഹൻലാൽ അച്ഛനെ ശരിക്കും ഇവരെല്ലാം ചേർന്നാ കൊന്നത്. അപ്പൊ ക്യാപ്റ്റൻ രാജുവാണ് കൊന്നത്. ഈ പറയുന്ന കത്തിക്കുത്ത് കേസിലും ക്യാപ്റ്റൻ രാജു പറഞ്ഞിട്ടാ ചെയ്തത്. മോഹൻലാൽ വന്ന ദിവസം നടന്ന കത്തിക്കുത്ത് ഇയാള് മാപ്പ് സാക്ഷി അയാളാവാന്ന് പറയും. മോഹൻലാലിന് മനസ്സിലാവും ഇവനെ വെച്ചിട്ട് കളിക്കാന്ന് പറഞ്ഞിട്ട് ക്യാപ്റ്റൻ രാജുവിനെ എന്റെ അടുത്ത് പോയി ഇൻഫോം ചെയ്യും. ഇവിടെ ഭീമൻഡോക്ക് കൊണ്ട് നിനക്കെതിരെ തിരിയുന്നുണ്ട്, മോഹൻലാൽ പോയിട്ട് പറയും ഭീമൻഡോക്ക് കൊണ്ട് നിനക്കെതിരെ തിരിയുമെന്ന് പറയും. എന്നിട്ട് ലാലു ലക്സ് ക്യാപ്റ്റൻ രാജുവിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ മോഹൻലാൽ ക്യാപ്റ്റൻ രാജുവിനെ രക്ഷപ്പെടുത്തി വിടും. അപ്പൊ ലാലു ലക്സിന് മനസ്സിലാവും ഇയാൾ പേഴ്സണൽ റിവെഞ്ച് എടുക്കുകയാണെന്ന് മനസ്സിലാവും. അവർ തമ്മിൽ ചെറിയൊരു ക്ലാഷ് ആവും. ലാലു ലക്സിനെ യൂസ് ചെയ്തുകൊണ്ട് ഇയാൾ ആൾക്കാരെ കൊല്ലിക്കാൻ നോക്കുകയാണുള്ളത്. ക്യാപ്റ്റൻ രാജു പോയി ഭീമൻഡോക്കിനെ കൊല്ലും. എന്നിട്ട് ക്യാപ്റ്റൻ രാജു ഒളിവിൽ പോകും. നേരെ മുൻ മന്ത്രിയുടെ വീട്ടിലാ പോയി ഒളിവിലിരിക്കുന്നത്. അപ്പോ മോഹൻലാല് MG സോമൻ രേഖ പിണങ്ങി വന്നല്ലോ, MG സോമനെ ഉപയോഗിച്ചിട്ട് JD സാബിനെ അറിയിക്കാൻ നോക്കും ഇവിടുത്തെ പ്രശ്നങ്ങൾ. അയാളാണല്ലോ ഇതിനെല്ലാം കൂട്ടുന്നത്. അങ്ങനെ അവരൊന്നിച്ച് JD സാബിനെ കണ്ടിട്ട് രശ്മി കെമിക്കൽസ് എന്നുള്ള പുതിയ ഫാക്ടറി വന്നതും ഇതൊക്കെ ഇവിടുത്തെ ഈ ഭാരത് പൾപ്സിന്റെ സാധനങ്ങൾ വെച്ചിട്ടാണ് ഉണ്ടാക്കിയെന്ന് പറയുമ്പോൾ അയാൾ പറയുന്നതൊക്കെ എനിക്കറിയാത്ത പുതിയ കാര്യങ്ങളൊന്നുമില്ല. കാരണം ഇയാളെ ഈ കമ്പനി നിലനിർത്താൻ വേണ്ടി അങ്ങനെ കുറെ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. പുള്ളിയുടെ പദവി സേഫാണ്. പുള്ളി ഇവർക്കെതിരെ നടപടിയെടുത്താൽ യൂണിയൻകാർക്കെതിരെ നടപടിയെടുക്കണം. കാരണം യൂണിയൻകാരും അറിഞ്ഞുകൊണ്ടാണ് എല്ലാവരും മിണ്ടാതിരിക്കുക. പോലീസുകാർ അങ്ങനെ എല്ലാം ഒരു വലിയ സിസ്റ്റം മൊത്തം ഇതാ. ഇവരെയൊക്കെ അറസ്റ്റ് ചെയ്ത ഈ കൊളാപ്സ് ആവും, കലാപം നടക്കും, കമ്പനി പൂട്ടി പോകും, 10-15 തൊഴിലാളികളുടെ ജീവിതം വഴിമുട്ടിപ്പോ. അതുകൊണ്ട് പുള്ളി ഇതൊക്കെ കണ്ണടച്ച് കൊടുക്കാന്ന് പറയും. അതുപോലെ തൊഴിലാളികൾ ഒരിക്കലും അങ്ങനെ അനാവശ്യമായ കലാപത്തിന് നിൽക്കത്തില്ല, ഞാൻ കൂട്ടി സമ്മതിക്കാന്ന് പറയും, ഞാൻ അവരെ സമ്മതിപ്പിക്കാന്ന് പറയും, സാർ നടപടി എടുക്കണമെന്ന് പറയും. അങ്ങനെ അയാൾ പറയും തൊഴിലാളികളുടെ സപ്പോർട്ട് കിട്ടുമെങ്കിൽ ഞാൻ സപ്പോർട്ട് ചെയ്യാന്ന് പറയും. അങ്ങനെ ലാലു ലക്സ് പോലീസുകാരും എല്ലാം ചേർന്ന് എൻക്വയറി ചെയ്തിട്ട് രശ്മി കെമിക്കൽസിന്റെ മാനേജറിനെ അറസ്റ്റ് ചെയ്യും. അത് ത്രൂ രശ്മി കെമിക്കൽസിന്റെ ഓണർ SPയെ അറസ്റ്റ് ചെയ്യും. SPക്കെതിരെ കേസ് അയാളെ അറസ്റ്റ് ചെയ്യും. ഈ സമയത്ത് ഉർവശി അറിയും ഉർവശിയുടെ പെങ്ങളെ കൊന്നത് സുരേഷ് ഗോപിയാണെന്ന്. അപ്പം ഉർവശി സുരേഷ് ഗോപിയെ ആക്രമിക്കാൻ പോകും, കൺഫ്രണ്ട് ചെയ്യാൻ പോയി. എന്നിട്ട് കുത്താൻ നോക്കും, അവരും ഫൈറ്റ് ആവും. സുരേഷ് ഗോപിയെ ഉർവശി അടിച്ച് ബോധം കെടുത്തിയിടും. അപ്പോഴത്തേക്ക് ജനാർദ്ദൻ വന്നിട്ട് പറയും കുറെ ഫയൽസ്, ഓഡിറ്ററുടെ കയ്യിലുള്ള കുറെ ഫയൽസ് ഉർവശി എടുത്ത് ഓൾറെഡി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു. അത് ഇവരുടെ ക്രമക്കേടിന്റെ ഡയറക്റ്റ് തെളിവാണ്. അപ്പം ഫാക്ടറിക്കകത്തുള്ള ബാക്കിയുള്ള തെളിവ് നശിപ്പിക്കും. ഇന്ന് രാത്രി ഫാക്ടറി ഒരു അപകടം ഉണ്ടാക്കി കത്തിച്ചു കഴിഞ്ഞാൽ പകുതി പ്രശ്നങ്ങൾ സോൾവ് ആവും. പോവാന്ന് പറഞ്ഞ് സുരേഷ് ഗോപിയെ വിളിച്ചോണ്ട് ജനാർദ്ദനെ പോകും. സുരേഷ് ഗോപിയുടെ ഓഫീസിൽ ഉർവശിയെ പൂട്ടിയിട്ടിട്ട് പോകും. ഈ സമയത്ത് മോഹൻലാല് ചതിച്ചു എന്ന് മോഹൻലാലും ലാലു ലക്സും തമ്മിലുള്ള ഒരു സംസാരത്തിൽ ഒളിഞ്ഞു കേൾക്കുന്ന കുണ്ടറ ജോണിക്ക് മനസ്സിലായിട്ട് അയാൾ പോയി ഉമ്മറിനോട് ക്യാപ്റ്റൻ രാജുവിനെ പറഞ്ഞെടുക്കും മോഹൻലാൽ ചതിച്ചു. ക്യാപ്റ്റൻ രാജു എന്ത് വന്നാലും മോഹൻലാലിനെ കൊല്ലണമെന്ന് പറഞ്ഞ് വീട്ടിലേക്ക് വരും. പക്ഷെ വീട്ടിൽ മോഹൻലാലിന്റെ അളിയൻ മാത്രമേ ഉള്ളായിരുന്നു, പെങ്ങളും അമ്മയും അളിയനേ ഉള്ളായിരുന്നു. ഷാനവാസിനെ വിട്ട് കൊല്ലും. മോഹൻലാൽ വരുമ്പോഴത്തേക്ക് കൊന്നു കഴിഞ്ഞു. മോഹൻലാൽ ക്യാപ്റ്റൻ രാജുവിന്റെ അടി ഉണ്ടാവും, ആൾക്കാർ കൂടും, യൂണിയൻകാർ ഇളകും. അന്ന് ആ വലിയ ക്രിമിനലിനെതിരെ എല്ലാവരും ഒന്നിച്ച് നിൽക്കും. അയാളെ ഓടിച്ചിട്ട് അടിച്ചടിച്ച് ആ കുട്ടിയാലി സ്ക്വയറിൽ മോഹൻലാലിന്റെ അച്ഛനെ കൊന്നെടുത്ത് ഇട്ട് ക്യാപ്റ്റൻ രാജുവിനെ എല്ലാവരും തല്ലിക്കൊല്ലും. പോലീസ് വരുമ്പോഴത്തേക്ക് സംഭവം കഴിഞ്ഞു, ആളിനെ കൊന്നു കഴിഞ്ഞു.
ഇതൊരു കലാപമായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. കാരണം ഷാനവാസിനെ കൊന്നത് മറ്റേ യൂണിയന്റെ ആൾക്കാരാണ്. അതായത് ക്യാപ്റ്റൻ രാജു ആണല്ലോ മറ്റേ യൂണിയന്റെ ശരിക്കും ഫേസ്. അപ്പോഴത്തേക്ക് യൂണിയൻകാർ തമ്മിൽ അടിയാവും, പല പ്രശ്നങ്ങളാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ സാധാരണ തൊഴിലാളികളെ കൊല്ലാൻ വേണ്ടി തുടങ്ങുമ്പോഴത്തേക്ക് മോഹൻലാൽ ഇടപെട്ട് പറയും പ്രശ്നം നമ്മളുടെ ഇടയിലല്ല, ശരിക്കും പറഞ്ഞാൽ നമ്മളെ യൂസ് ചെയ്യുന്ന നേതാക്കന്മാരാണെന്ന് പറഞ്ഞ് എല്ലാ യൂണിയന്റെ നേതാക്കന്മാരെയും പിടിച്ചോണ്ടിരാൻ പറയും. അങ്ങനെ പോകുമ്പോൾ ഉർവശിയെ കാണാനില്ലെന്ന് തപ്പിപ്പോൾ ഉർവശി സുരേഷ് ഗോപിയുടെ റൂമിൽ നിന്ന് കിട്ടും. സുരേഷ് ഗോപിയും ജനാർദ്ദനോട് രാത്രി ഫാക്ടറി കത്തിക്കാൻ പോകുമെന്ന് പറഞ്ഞിട്ട് അവിടെ പോയി അവരെ അടിച്ച് എല്ലാ 10-13 യൂണിയന്റെ ആൾക്കാർ ഇവരെ തൊഴിലാളികളെ തമ്മിലടിപ്പിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരുന്ന യൂണിയൻ നേതാക്കന്മാരെ മൊത്തം കൊണ്ടുവന്നൊരു കെട്ടിയിടും. എന്നിട്ട് ജനവിചാരണ പോലെ പന്തം കൊളുത്തി കത്തിക്കാമെന്ന് പറയുമ്പോൾ എല്ലാവരും പറയും ഞാൻ കത്തിക്കാൻ മോഹൻലാൽ പറയും ഇവർക്ക് വേണ്ടി കൊന്നിട്ട് നമ്മൾ ജയിലിൽ പോകേണ്ട കാര്യമില്ല, നിയമത്തിന്റെ വഴിക്ക് നടക്കണം. ലാലുവിനെ വിളിച്ചിട്ട് യുവമാരെ എല്ലാം പോലീസിന് കൊടുക്കും. അപ്പോൾ ലാസ്റ്റ് ചോദിക്കും കഴിഞ്ഞ എല്ലാവരും നിങ്ങളുടെ ശത്രുക്കളെല്ലാം തീർത്തല്ലോ, കൈ ചോര വരലാതെ എല്ലാവരും തീർത്തല്ലോ, സമാധാനം ഇനി ആരും ബാക്കിയുണ്ടെന്ന് ചോദിക്കും. ആരില്ലെന്ന് പറയും. അപ്പോഴത്തേക്ക് ജെ ഡി സാബ് വരും. മോഹൻലാൽ പറയും ഇനി ഞങ്ങളുടെ പ്രശ്നം നിങ്ങളാണ്. ഇത്രയും നാള് കമ്പനി മാനേജ്മെന്റ് ലാഭം എടുത്തുകൊണ്ട് തൊഴിലാളി യൂണിയൻ ഉണ്ടാക്കി യൂണിയൻകാരെ തമ്മിലടിപ്പിച്ച് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കി ഇതൊക്കെ കണ്ടു രസിക്കുക, മേളിൽ നിന്ന് അറിയാം പക്ഷെ ഇതിനകത്ത് ഇടപെടത്തില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ ചെയ്യുന്നതും ശരിക്കും മോശമാണ്. അതുകൊണ്ട് ഇനി ഞങ്ങളുടെ എതിരാളി നിങ്ങളാണ്. ശരിക്കും ഒരു ഫാക്ടറി ഒരു ട്രേഡ് യൂണിയന്റെ ആവശ്യമുള്ളൂ, പല ട്രേഡ് യൂണിയനെ കൊണ്ടുവരുന്നത് നിങ്ങളാണ്. ഈ ഫാക്ടറി വളർന്നതും അതിനകത്ത് പ്രോഫിറ്റ് ഉണ്ടാകുന്നതൊക്കെ ഞങ്ങളുടെയും കൂടെ ഇതാണ്. അതുകൊണ്ട് തൊഴിലാളികൾക്ക് ഇതിനകത്ത് യൂണിയൻ നേതാവാകാനും ഫാക്ടറി ഉടമസ്ഥനാകാൻ അർഹതയുണ്ട്. അതാണ് ഞങ്ങളുടെ അർഹത. അവിടെയാണ് പടത്തിന്റെ എൻഡ്. അപ്പോൾ അയാൾ സമ്മതിക്കും. ഫാക്ടറിയിൽ ഒരുപാട് യൂണിയൻ വേണ്ട, ഫാക്ടറികളിൽ തൊഴിലാളികൾക്ക് ഉടമസ്ഥാവകാശവും വേണം. അതായത് ഒരു പോയിന്റ് ഓഫ് അവർക്ക് പെർസെന്റേജ് അവകാശമുണ്ട്. എനിക്ക് പെട്ടെന്ന് ഞാൻ മെയിൽ അയച്ചില്ലല്ലോ ഇത് ഒരു കഥയല്ലോ, ഇതൊരു വല്ലാത്തൊരു കഥ. പുറത്തുനിന്നുള്ള ട്രേഡ് യൂണിയന്റെ ആൾക്കാരുടെ ഇടപെടില്ല. അതായത് ട്രേഡ് യൂണിയൻ തൊഴിലാളികളുടെ നേതാവായിട്ട് പറഞ്ഞു. ഇങ്ങനെ പുറത്തുനിന്നുള്ള വക്കീലന്മാര്, രാഷ്ട്രീയ നേതാക്കന്മാരും ക്രിമിനൽ ഗുണ്ടകളും നേതാവാകരുത്, തൊഴിലാളികൾക്ക് തന്നെയാണ് അത് നേതൃത്വം വഹിക്കാനും ഉടമസ്ഥാവകാശം അർഹത എന്ന് പറഞ്ഞ് പടം എൻജോയ് ചെയ്യുന്നു. അവിടെ ജെ ഡി സാബ് മോഹൻലാലും കൈ കൊടുക്കുന്നത് വീണ്ടും ഇന്റർവെല്ലും. സത്യം പറഞ്ഞ നിങ്ങൾ പറഞ്ഞ കറക്റ്റ്, ഇതൊരു വെബ് സീരീസ് ആയിട്ട് കൊണ്ടുവന്ന അടിപൊളിയാണ്. കുറേ സാധനം ഇതിനകത്തുണ്ട് അല്ലേ? ഞാൻ പറയാൻ വിട്ടുപോയി എന്തോരം പ്ലോട്ടുകളും ഫാക്ട്സുകളും കാണുമെന്ന് അറിയാതിനകത്ത്. ഞാൻ ഈ പടം നിങ്ങൾ ഇപ്പൊ ഇത് എപ്പിസോഡ് മുഴുവൻ കണ്ടിട്ട് നിങ്ങൾ 2 ആഴ്ച കഴിഞ്ഞിട്ട് കൂളായിട്ടിരിക്കും അർഹത കണ്ടാൽ നിങ്ങൾക്ക് തോന്നുന്നു എന്തോരം ഫ്രഷ് സാധനം ഇതിനകത്ത്. വെൽ പാക്ഡ് ആണ്. പക്ഷേ എനിക്ക് എക്സിക്യൂഷൻ ചില പാളിച്ചുകൾ ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു ആ പടത്തിന്, മേക്കിങ്ങിലൊക്കെ. നിങ്ങൾ കഥ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ആലോചിക്കുന്നത് ഇത് എങ്ങനെയാണ് ഇവർ 2.5 മണിക്കൂറിൽ അല്ലെങ്കിൽ 3 മണിക്കൂറിൽ എങ്ങനെ ഇത് തീർക്കുന്നത്. അതായിരിക്കും ആ പടത്തിന് പറ്റും. അത്ര സ്റ്റഫ്ഡ് ആയിട്ടുള്ള സാധനം സെക്കൻഡ് പാർട്ടി ആയിരുന്നു അല്ലേ? തേർഡ് പാർട്ടി സിനിമാറ്റിക് യൂണിവേഴ്സ് ഒക്കെ ആയിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കണ്ടപ്പോൾ എനിക്ക് അടിപൊളി, ഇന്നും പ്രസക്തിയുള്ള കുറെ വിഷയങ്ങൾ ഡീൽ ചെയ്യുന്നു. അതായത് മുൻപ് നമ്മുടെ ഹിസ്റ്ററിയിൽ പറഞ്ഞു പോയ കുറെ കാര്യങ്ങളുടെ ഒരു വശം കാണിക്കുന്നു. നല്ല രസമുള്ള പടമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു ഇന്ന് കാണുമ്പോൾ. റിയലിസ്റ്റിക് പടമാണ്. നിങ്ങൾ കണ്ടു നോക്കുക. കുറെ ഫൈറ്റ് ഉണ്ട്, റൊമാൻസ് ഉണ്ട്, ചതിയുണ്ട്, എല്ലാം ഉണ്ട് ഇതിന്. മറ്റേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മറ്റേ ലാലേട്ടന്റെ ഗെയിമാണ്. എല്ലാരെയും ഇങ്ങനെ നിർത്തി കൺട്രോൾ പിടിക്കുന്ന സാധനം. പുള്ളി അത് പൊളിറ്റീഷ്യൻസിനെയും പോലീസിനെയും യൂണിയൻകാരെയും പുള്ളിയുടെ തൊഴിലാളികളെയും പിന്നെ പല 2 ടൈപ്പ് ഓഫ് ഗുണ്ടകളെയും ഒരുമിച്ച് ഇവിടുന്ന് പ്രൈബ് എടുത്ത് കൊണ്ടുവന്നിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് അവരെയും പിടിച്ചിട്ട് അങ്ങനെ ഫുൾ ഡിസ്ക്ലോഷർ പരിപാടി സെറ്റ് ഓഫ് ഗെയിം കളിച്ച് പുള്ളി നൈസായിട്ട് പുള്ളിയുടെ പ്രതികാരം തീർത്തു, പ്രശ്നവും തീർത്തു, അങ്ങനെ ഹാപ്പി എൻഡിങ്. ഓക്കെ, യൂട്യൂബിലൊന്ന് കണ്ടു നോക്കാം അല്ലേ? ഈ സിനിമ ഒന്ന് യൂട്യൂബിലുണ്ടല്ലോ. യൂട്യൂബിലുണ്ട്, ചില ആൾക്കാർ OTT കാണത്തുള്ളൂ. അതുകൊണ്ട് ഇറ്റ്സ് എലിജിബിൾ ഫോർ എ വാച്ച്. അതിനൊരു അർഹതയുണ്ട് അല്ലേ? ശരിയപ്പോ ലാലേട്ടൻ ഈ കഥയുടെ ഈ പടത്തിന്റെ കഥ ഓർത്തിരിക്കുന്നു? ഇല്ല, ഉറപ്പായിട്ട് മറന്നു. എവിടെ പുള്ളി പറഞ്ഞു കഴിഞ്ഞിട്ട് എനിക്ക് പ്രോപ്പറായിട്ട് ഓർമ്മയില്ല. എന്തോ ഓക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഈ പടത്തിന് കഥ കേട്ടിട്ട്? കുറെ ഡൗട്ട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ കറക്റ്റ് പറയാം. ലാലേട്ടന്റെ മെയിൻ ഇന്റൻഷൻ എന്താണ്? അച്ഛന്റെ ശരിക്കും വന്നത് നൊസ്റ്റാൾജിയൊക്കെ വന്നെങ്കിൽ പുള്ളിയുടെ ഉദ്ദേശം അച്ഛനെ കൊന്നവരെ കണ്ടുപിടിക്കണമെന്നും പ്രതികാരം ചെയ്യുന്ന ഒരു ബാക്ക് ഇന്റൻഷൻ പുള്ളിക്ക് ഉണ്ടായിരുന്നു. അല്ല, അതല്ലേ മെയിൻ പുള്ളിയുടെ. അതുകൊണ്ടാണല്ലോ പുള്ളി ഇത്രയും ഡ്രൈവിൽ പണിയെടുക്കുന്നത്. അവിടെ ചെന്നിട്ട് റൈറ്റിംഗില് നല്ല, കാരണം അവസാനം എല്ലാരും ഒരിടത്ത് കൊണ്ടുവരുന്നു, ഒരു ഭയങ്കര ഡ്രാമാറ്റിക് എൻഡിങ്. ഇത് റിവീലിംഗ് ഒക്കെ ഓരോന്നിന്റെ റിവീലിംഗ്, അതായത് ഉണ്ണിമേലിയുടെ ക്യാരക്ടർ റിവീലിംഗ്, അതായത് പുള്ളിക്കാരി എന്താണ് ഇങ്ങനെ എന്നുള്ള റിവീലിംഗ് ഘട്ടമായിട്ട് മോഹൻലാലിന്റെ ക്യാരക്ടർ റിവീലിംഗ് ഘട്ടം അതിനൊക്കെ സുഖമായി എല്ലാം ഭയങ്കര വെൽ റിട്ടൺ പവർ ആയിട്ടുള്ള സ്ത്രീ കഥാപാത്രങ്ങൾ. ഉർവശിയുടെ ക്യാരക്ടർ, ഉർവശി ആസ് എ വെൽഫെയർ ഓഫീസർ, പുള്ളിക്കാരി തൊഴിലാളികളുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി കൂടുതൽ പുള്ളിക്കാരുടെ ജോലി കറക്റ്റ് ചെയ്യുന്നു, കമ്പനിയുടെ കാര്യങ്ങളും പുള്ളിക്കാരി നോക്കുന്നുണ്ട്, ഇതിന്റെ ഇടയ്ക്കുള്ള ബ്രിഡ്ജായിട്ട് ആക്ട് ചെയ്യുന്നു, ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നു, ലാലേട്ടനായിട്ടുള്ള സോഫ്റ്റ് കോർണർ. പുള്ളിക്കാരിക്ക് ചിലപ്പോൾ പ്രണയം കാണും. സെക്കൻഡ് ഹീറോയിൻ തന്നെയാണ് പുള്ളിക്കാരി. ശരിക്കും നായിക ആരാന്ന് ചോദിച്ചാൽ ഉർവശി തന്നെയാണ്. പക്ഷെ നായകന് ക്രഷ് ഉള്ളത് അല്ലെങ്കിൽ പ്രണയം തോന്നുന്നത് രേഖയുടെ അടുത്താണ്.
ആൻഡ് അവരുടെ അത് കറക്റ്റ് ആയിട്ട് ചെയ്യുന്നു. ആൻഡ് രേഖയുടെ ക്യാരക്ടർ ഭയങ്കര രസമുള്ള ക്യാരക്ടറാണ്. ആദ്യം വില്ലനെ മനസ്സിലാക്കാതെ പോകുന്നതും പിന്നെ അതിൽ നിന്ന് അമ്മയുമായിട്ടുള്ള ഫൈറ്റ്, പിന്നെ അമ്മയുടെ കാര്യം മനസ്സിലാക്കുന്നതും തകർന്നിറങ്ങി പോകുന്നത്, അങ്ങനെ ഒരു സാധനം. സുകുമാരി മോഹൻലാലിന്റെ അമ്മ, ഞാൻ ഒരു പോയിന്റിൽ മോഹൻലാലിനെ നിയന്ത്രിക്കാൻ വേണ്ടി ശരിക്കും അവർ കൊണ്ടുവരുന്നത്, കമ്പനിയുടെ ആൾക്കാർ മോഹൻലാലിന്റെ അമ്മയെ കൊണ്ടുവരുന്നത്. പക്ഷെ എന്നിട്ട് ജഗതി ത്രട്ടൺ ചെയ്യാൻ വേണ്ടി വരും, മോനെ ഇവിടുന്ന് കൊണ്ടുപോകുന്നല്ലെന്ന് പറയുമ്പോഴത്തേക്ക് ഞാനൊരു പട്ടാളക്കാരന്റെ ഭാര്യയാണ്, ഇതിലും പ്രശ്നങ്ങൾ ഞാൻ ആ സമയത്ത് കണ്ടിട്ടുണ്ട്, എന്തെങ്കിലും സംഭവിച്ചു പോട്ടെന്ന് വിചാരിക്കുന്നത്. ആ മോഹൻലാലിനെ സപ്പോർട്ട് ഞാൻ, അത് ഭയങ്കര കിട്ടുന്ന സീനാണ്. ഇന്നത്തെ കാലഘട്ടത്തിലും അത് റെലവെന്റ് ആയിട്ടുള്ള സീനാണ്. നായകനെ ഇങ്ങനെ മോനെടാ പോവല്ലേ എന്ന് പറയുന്ന അമ്മയിൽ വ്യത്യാസമായിട്ട് എനിക്ക് എന്റെ അടുത്ത ഫേവറേറ്റ് സീൻ കേട്ടതെന്ന് ലാലു അലക്സും മോഹൻലാലും തമ്മിൽ അടി കൂട്ടിയിട്ട് അവസാനം ഓക്കെ അറസ്റ്റ് ചെയ്യുന്നില്ല പൊക്കോ കൈയടിച്ച് അവർ തമ്മിൽ റാപ്പം ഭയങ്കര രസം. ആദ്യം വരുമ്പോ ലാലു മോഹൻലാലിനെ നോട്ടപ്പുള്ളിയാക്കുന്നു, പല സ്ഥലത്തുനിന്ന് ഇങ്ങനെ വിട്ടു പോകുന്നുണ്ട് അയാളെ. അത് കഴിഞ്ഞ് ഡയറക്റ്റ് കൺഫ്രണ്ടേഷൻ വരുന്നു, അയാളെ അറസ്റ്റ് ചെയ്ത് മർദ്ദിക്കുന്നു ലാലു അലക്സ്. തിരിച്ച് വീണ്ടും വരുമ്പോൾ ലാലേട്ടൻ പവർ തിരിച്ച് പിടിച്ചിട്ട് വരുന്ന സമയത്ത് ലാലുലക്സിനെ മോഹൻലാൽ അടിക്കുന്നു. അത് കഴിഞ്ഞ് ലാലുലക്സ് ജോലി പോകുമ്പോൾ മോഹൻലാൽ സപ്പോർട്ട് ചെയ്യുന്നു, ജോലി കൊടുക്കുന്നു, അയാളെ ഇയാളുടെ ഹെഞ്ച്മാനായിട്ട് യൂസ് ചെയ്യുന്നു. അവസാനം ലാലുലക്സ് തിരിച്ചറിയുന്നു മോഹൻലാൽ എന്നെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന്. എന്നിട്ട് അവർ തമ്മിൽ ഒരു ചെറിയ ക്ലാഷ് ഉണ്ടായി പോകുന്നു. എന്നാൽ അവസാനം തിരിച്ചു വന്നിട്ട് ഇയാൾ കയ്യിൽ ചോരയാക്കാതെ ഈ ഗെയിം കംപ്ലീറ്റ് ചെയ്ത് അയാളെ അഭിനന്ദിക്കുന്ന, അങ്ങനെ ഓരോരുത്തരും തമ്മിൽ വലിയ സ്റ്റോറി. ഈ ചില സീരീസിന്റെ ഒക്കെ ക്യാരക്ടർ ഇന്ററാക്ഷന്റെ ഗ്രാഫ് ഒക്കെ വരക്കില്ലേ, ഇത് ഭയങ്കര കെട്ടിപ്പടഞ്ഞ് കിടക്കുക. അതായത് നമ്മൾ ഈ മറ്റേ കൊലപാതകം അന്വേഷിക്കുമ്പോ ഇങ്ങനെ എനിക്ക് ആൾക്കാർക്ക് പഴയ മൂവീസ് നൊസ്റ്റാൾജി ആയിട്ട് വാച്ച് ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് ഭയങ്കര രസമായിട്ട് കാണാം. ഓക്കെ, എന്നാ അത് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ അത് കാണട്ടെ അല്ലേ? എന്തായാലും കണ്ടിട്ട് നിങ്ങൾ കമന്റ് ചെയ്യുക. ഞാൻ വിട്ടുപോയ കുറെ ഭാഗങ്ങളുണ്ടെന്ന് എനിക്ക് തന്നെ ഉറപ്പുണ്ട്. ഞാൻ കുറെ ഭാഗങ്ങൾ എന്തായാലും വിട്ടുപോയിട്ടുണ്ട്. സോ ആൾക്കാർ അഭിപ്രായം പറയട്ടെ. സോ എന്ത് ചെയ്യാം? താങ്ക് യു ഫോർ വാച്ചിങ്.